നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന അരുംകൊല മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. സ്വന്തം ഉമ്മയെയും കുഞ്ഞനുജനെയും പ്രണയിനിയെയും അതിക്രൂരമായി ഉപദ്രവിക്കാൻ പ്രതിയായ അഫ്ഫാന് പ്രേരിപ്പിച്ച ഘടകം എന്ത് എന്നതിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം ഇത്രമേൽ മാറിമറിയുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. യുവത്വത്തിന് വഴിപിഴയ്ക്കുന്നതെവിടെ? ഇന്ന് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി പ്രിൻറ്റു മഹാദേവ്, LDFിന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജിഷ്ണു ജനാർദ്ദനൻ, ഒപ്പം റിട്ടയർഡ് SP KM ആന്റണി എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ ജിഷ്ണുവിലേക്ക്. ഡോക്ടർ ജിഷ്ണു, എന്താണ് ഇത്ര ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് അഫ്ഫാനെ നയിക്കുന്നത്? കാരണം എല്ലാവരും തനിക്ക് പ്രിയപ്പെട്ടവരാണ്. അത്രമേൽ പ്രിയപ്പെട്ടവരെ ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്താൻ എങ്ങനെയാണ് ഒരു മനുഷ്യന്, പ്രത്യേകിച്ച് 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിന് സാധിക്കുന്നത്? ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ ഒരു പെർട്ടിക്കുലർ കേസിനെ കുറിച്ച് അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പരിശോധിക്കാത്ത ഒരു വ്യക്തിയുടെ മാനസിക നിലയെക്കുറിച്ച് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ നമ്മുടെ ഈ ടോപ്പിക് യുവത്വത്തിന് സമനില തെറ്റുന്നുവോ എന്നുള്ള ടോപ്പിക്കിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ വളരെ കാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഒന്നാമത്തേത്, ഈ കൊലപാതകത്തിന് പ്രായം എന്നുള്ളത് ഒരു ഘടകമല്ല. 23 വയസ്സ്. രണ്ടാമത്തെ കാര്യം, ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തികൾ ഇദ്ദേഹത്തിന്റെ വളരെ അടുത്ത റിലേറ്റീവ്സ് അല്ലെങ്കിൽ തന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന സുഹൃത്ത് ഇവരായി എന്നുള്ളത് കൊണ്ട് കൊലപാതകം നടക്കില്ല എന്നുള്ള ഹൈപ്പോത്തിസിസ് നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ നാം എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കമന്റ് മാനസിക രോഗത്തിന്റെ സാധ്യതയെക്കുറിച്ചാണ്. രണ്ടാമത്തത് ലഹരിയുടെ സാധ്യതയെക്കുറിച്ച്. ഇത് രണ്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എങ്കിലും അത് അതുപോലെ ഉൾക്കൊള്ളാനും സാധിക്കില്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടെന്ന് തുടങ്ങാം. ഈ വ്യക്തിക്ക് ഒരു മാനസിക രോഗം ഉണ്ട് എന്ന് തന്നെ കരുതുക. ആ ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള വിധി പ്രഖ്യാപിക്കാൻ നമ്മൾ ആരും ഇപ്പോൾ പ്രാപ്തരല്ല, അതിന് യോഗ്യരുമല്ല. കാരണം അതിന് നിയമത്തിന് അതിൻ്റെതായ വ്യവസ്ഥതയുണ്ട്, അത് തുടരട്ടെ. പക്ഷെ ഉണ്ടെങ്കിൽ പോലും മക്നോട്ടൺസ് റൂൾ എന്നൊരു സംഗതിയുണ്ട്. അത് ബ്രിട്ടനിൽ മുൻപ് 1800കളിൽ മക്നോട്ടൺ എന്നൊരു വ്യക്തി അവിടെ ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരു മിഥ്യാധാരണയുടെ പുറത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റോബർട്ട് പീലിനെ ടാർഗറ്റ് ചെയ്ത് ഒരു വ്യക്തിയെ കൊന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ മാനസിക പ്രശ്നങ്ങളും കൊലപാതകവും അവരുടെ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഓഫ് മെന്റലി ഇൽ പേഴ്സൺസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് നമ്മുടെ IPC. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയാണ് എങ്കിലും IPC 84. അതായത് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ആ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് വ്യക്തമായി ശ്രദ്ധിക്കണം, ചെയ്യുന്ന സമയത്ത്, അതിന് മുൻപോ അതിന് ശേഷമോ അല്ല, ഈ മാനസിക രോഗം ഉണ്ടെങ്കിൽ തന്നെ ആ മാനസിക രോഗം കാരണം താൻ ചെയ്യുന്നത് തെറ്റോ അല്ലെങ്കിൽ നിയമവിരുദ്ധമാണെന്ന് ഈ വ്യക്തിക്ക് അറിയാതിരുന്നാൽ മാത്രമാണ് ആ വ്യക്തിക്ക് ഈ മാനസിക രോഗം എന്നുള്ളത് കുറ്റകൃത്യത്തിന് ഒരു എക്സ്ക്യൂസ് ആയിട്ട് കരുതുക, നിയമവ്യവസ്ഥ കണക്കാക്കുക. അതല്ലെങ്കിൽ യാതൊരു കാരണവശാലും മാനസിക രോഗം എന്നുള്ളത് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് അല്ല. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഏറ്റവും അധികം വിവേചനം നേരിടുന്ന വ്യക്തികളാണ് മാനസിക രോഗികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനാലിറ്റി ഈസ് ഈക്വൽ ടു സൈക്യാട്രിക് ഇൽനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശാസ്ത്രലോകം നിരവധിയായിട്ടുള്ള പഠനങ്ങൾ ഇതിൽ നടത്തിയിട്ടുണ്ട്. അതിൽ ആവർത്തിച്ചുള്ള പഠനങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, മറ്റുള്ളവരെ അപേക്ഷിച്ച്, മാനസിക രോഗമില്ലാത്തവരെ അപേക്ഷിച്ച് മാനസിക രോഗമുള്ളവർ ക്രൈംസ് കൂടുതലായിട്ട് ചെയ്യുന്നു എന്നുള്ള തെറ്റായിട്ടുള്ള ഒരു സങ്കല്പമാണ്. നമ്മുടെ ചലച്ചിത്രങ്ങളിലൊക്കെ ഉണ്ടാവും ഒരുപക്ഷെ ചിത്തഭ്രമം ബാധിച്ച അല്ലെങ്കിൽ സ്കിറ്റ്സോഫ്രീനിയ ബാധിച്ച ഒരു വ്യക്തി നിരന്തരമായി കൊലപാതകം ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടവർ ഇവർ ചെയ്യുന്ന ക്രൈംസ് മാനസിക രോഗം ഇല്ലാത്തവരെ അപേക്ഷിച്ച് കൂടുതലാണ്, അല്ലാത്തതൊന്നും കൂടുതലല്ല. അപ്പോൾ ഇതിലെ മാനസിക രോഗം എന്നുള്ള ഘടകം മാറ്റി നിർത്തിയാൽ രണ്ടാമത്തേത്, ഈ വ്യക്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇല്ലെന്നും ഒക്കെയുള്ള വാദങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അവിടെ ലഹരിയുടെ പ്രാധാന്യം, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൈഡർ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ലഹരി നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ ചെയ്യുന്നത്? നമ്മുടെ ഈ എവിടെ എന്ത് ചെയ്യരുത്, എവിടെ എങ്ങനെ പെരുമാറണമെന്ന് നമ്മെ തീരുമാനിക്കാൻ സഹായിക്കുന്ന ഘടകം തലച്ചോറിന്റെ മുൻഭാഗമാണ്. കൃത്യമായി പറഞ്ഞാൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്.
അതായത് നമ്മുടെ തലച്ചോറിന്റെ ബ്രേക്ക്. അപ്പൊ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയാണ്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാവും അല്ലെ? നമ്മളിപ്പോ നഗരങ്ങളിലൊക്കെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രാഫിക്കിലേക്ക് ഇറങ്ങിയാൽ തന്നെ പലരും നിയമം തെറ്റിച്ചു പോകുന്നു, ഓവർടേക്ക് ചെയ്യുന്നു, സിഗ്നലുകളെ മാനിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ ചിലപ്പോഴൊക്കെ ചുമരിലൊക്കെ ഇടിച്ച് ഇങ്ങനെ ഫ്രസ്ട്രേഷൻ കാണിക്കൂലേ? പക്ഷേ അവിടെയാണ് ഈ വ്യത്യാസം. നമ്മൾ ചുമരിൽ കൈകൊണ്ടിടിച്ച് അല്ലെങ്കിൽ മനസ്സിൽ രണ്ട് ചീത്ത വിളിച്ച് പുറമെ രണ്ട് ചീത്ത വിളിച്ച് ഒതുക്കുന്ന കാര്യം, ആ ഫ്രസ്ട്രേഷനെ നിയന്ത്രിക്കാൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധിക്കാതെ വരും. കാരണം അവന്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, ജഡ്ജ്മെന്റ്, വരും വരായികളെ കുറിച്ച് ഓർക്കാതെ എടുത്തു ചാടിയുള്ള പ്രവർത്തനം, ജഡ്ജ്മെന്റ് തീർച്ചയായും ഈ ലഹരി ഇല്ലാതാക്കും. അപ്പൊ ലഹരി എന്നുള്ളത് ഇവിടെ ഒരു ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ലഹരി ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ ഇവിടെ പറയുന്നില്ല. അതെ, ഡോക്ടർ ജിഷ്ണു, ഞാൻ അതിലേക്ക് എത്താം. അതിനു മുൻപ് പ്രാഥമികമായുള്ള ചില വിലയിരുത്തലുകളാണല്ലോ. നമുക്ക് പ്രിഞ്ചു മഹാദേവിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ പ്രിഞ്ചു, നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ഈ ലഹരിയുടെ ഉപയോഗം എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത്. യുവാക്കൾക്കിടയിൽ നിന്ന് തുടങ്ങി കൊച്ചു കുട്ടികളിലേക്ക് വരെ, സ്കൂൾ തലത്തിലേക്ക് വരെ ഇത് വലിയ രീതിയിൽ വ്യാപിച്ചിരിക്കുകയാണ്. എന്നു മാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ ലഹരി കടത്ത് എല്ലായ്പ്പോഴും എക്സൈസ് പിടിക്കുന്നുമുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായി ഇതിങ്ങനെ യഥേഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എക്സൈസ് പിടികൂടുന്നോ അതിൻ്റെ ഇരട്ടി വീണ്ടും സംസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ലഹരിയുടെ ഉപയോഗം സംസ്ഥാനത്തെ യുവാക്കൾക്കിടയിൽ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമായി തന്നെ നിലനിൽക്കെ, ഈ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന് പിന്നിലും ലഹരിയുടെ ഉപയോഗം ഉണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ അതിന് ഔദ്യോഗികമായ ഒരു മറുപടി പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ എത്രത്തോളം ഈ യുവാക്കളെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നതിൽ ലഹരിയുടെ ഉപയോഗമുണ്ട്? അതിലുപരി എന്തുകൊണ്ട് നമുക്ക് ലഹരിയുടെ ഉപയോഗം ഇത്രയധികം ബോധവൽക്കരണവും നിയമ സംവിധാനവും ഒക്കെ ഉണ്ടായിട്ടും തടയാനും കഴിയുന്നില്ല? തീർച്ചയായും അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിന്റെ ഭാവി ഭാസുരമാക്കേണ്ട തലമുറ ഒഴുകുന്ന ചോരയിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ട് അതിനിഷ്ഠൂരമായിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വെഞ്ഞാറമൂടിലെ സംഭവത്തിന്റെ നിജസ്ഥിതി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. പക്ഷെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കേസുകളുടെ എണ്ണം കേരളത്തിൽ വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാർക്കോട്ടിക് ബ്യൂറോയുടെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം കഴിഞ്ഞ ഒരു വർഷം ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് 1,36,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 47,637 കേസുകളും നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്നുള്ള വസ്തുത നമ്മളെ ഏവരെയും വളരെയധികം ഞെട്ടിക്കുന്നതാണ്. ലഹരിയുടെ ഉപയോഗം കഴിഞ്ഞ 2000 മുതൽ 2025 കാലഘട്ടം വരെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് 300 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പല പദ്ധതികൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പല പദ്ധതികൾ, യോദ്ധാവുണ്ട്, ചിരി, വിമുക്തി, നേർവഴി, ദിശ, അങ്ങനെ അനവധി പരിപാടിയുണ്ട്. നമ്മുടെ ആദരണീയനായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള വിമുക്തി എന്ന് പറയുന്ന പദ്ധതി വലിയ രീതിയിൽ കേരളത്തിൽ വലിയ ബോധവൽക്കരണം ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ബോധവൽക്കരണം മാത്രമാണ് കേരളത്തിൽ നടക്കുന്ന വസ്തുത കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ലഹരിക്ക് അടിമപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം രാഷ്ട്രീയം പറയുകയല്ല, ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു പോളിസി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു ചർച്ചയ്ക്കകത്തും ഒരു പോളിസിയാണല്ലോ ഒരു രാജ്യത്തിന്റെ, എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ നിയതമായിട്ടുള്ള ഘടനയ്ക്ക് ഏതെങ്കിലും രീതിയിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് ഏത് സാമ്പത്തികമായിക്കോട്ടെ, സാമൂഹികമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, അവിടെ ഇടപെടുന്ന സർക്കാരിന്റെ പോളിസി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ പോളിസി എപ്പോഴും മദ്യത്തിനും ലഹരിക്കും അനുകൂലമാണ് എന്നുള്ളതാണ് വസ്തുത. ലഹരിക്കെതിരെ വിമുക്തിയുടെ ചെയർമാനായിട്ട് പിണറായി വിജയൻ വലിയ രീതിയിൽ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ പറയുമ്പോഴും കേരളത്തിൽ ഇന്നും പ്രവർത്തിക്കുന്ന ബാറുകളുടെ എണ്ണം 800 ചില്ലാനമാണ്. പിണറായി വിജയൻ വരുന്ന സമയത്ത് കൂട്ടിയിട്ട ബാറുകളുടെ എണ്ണം 300 ആണെങ്കിൽ അതിന്റെ 3 ഇരട്ടി ബാറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ബാറുകൾ തുടങ്ങുന്ന സമയത്ത് അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രധാനപ്പെട്ടവർ പറഞ്ഞൊരു കാര്യം അന്ന് ഇങ്ങനെയാണ് ന്യായീകരിച്ചത്. ഇവിടെ ബാറുകളില്ലെങ്കിൽ ഇവിടുത്തെ യുവത്വം വലിയ രീതിയിൽ ലഹരിക്ക് അടിമപ്പെടും, അത് നമുക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ്. മദ്യ ഉപയോഗത്തിന്റെ അളവും കൂടി ലഹരി ഉപയോഗിക്കുന്ന അളവും കൂടി. ഇപ്പൊ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ അതിർത്തി കടന്നുകൊണ്ടാണ് നമ്മുടെ നാടുകളിലേക്ക് ലഹരി വന്നിരുന്നത്. അതിന് പ്രത്യേകിച്ച് ഇറാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള ആളുകളാണ് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ലഹരി, കഞ്ചാവ് അല്ലെങ്കിൽ ആശിഷ് അങ്ങനെയുള്ള ലഹരികൾ അന്യദേശങ്ങളിലേക്ക്
നടത്തി വരുമാന മാർഗം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സർക്കാരിന്റെ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം പോലെയാണ് അവർ ചെയ്യുന്നത്. അതിന് നമ്മുടെ ഇന്ത്യൻ അതിർത്തിയാണ് അത് ഉപയോഗിച്ചത്. പക്ഷെ ഇന്ത്യൻ അതിർത്തി നമ്മളെ സുശക്തമായപ്പോൾ അറബിക്കടൽ വഴി പ്രത്യേകിച്ച് കേരള തീരത്തേക്കാണ് അതിന് ഏറ്റവും കൂടുതൽ ശ്രീലങ്ക, കേരളം, ലക്ഷദ്വീപ് നിൽക്കുന്ന അറബിക്കടലിനോട് ചേർന്നുകൊണ്ടാണ് ഈ വലിയ രീതിയിലുള്ള വിപത്ത് കാത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ നാവികസേന ഏകദേശം 60,000 കോടി രൂപയുടെ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ നശിപ്പിച്ച ഒരു കഥ 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്നൊന്നും ഇത്രമാത്രം ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകൾ കേരളത്തിലുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന നഗരങ്ങളിൽ ഒന്ന് നമ്മുടെ കൊച്ചിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി കേസുകളുള്ള സംസ്ഥാനം നമ്മളുടെ കേരളമാണ്. ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനം കേരളമാണ്. അപ്പൊ കൃത്യമായിട്ട് സിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഹരിയിലേക്ക് കേരളത്തിന്റെ യുവത്വം പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സർക്കാരിന്റെ ഈ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട പോളിസിയാണ്. ഇപ്പൊ നോക്കൂ, സാധാരണ ഒരു സാധാരണ ഒരു 2 വീലറിൽ പോകുന്ന ഒരാളെ പെറ്റിയടിക്കാൻ കേരള പോലീസ് കാണിക്കുന്ന ഒരു ജാഗ്രത അത് നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ എത്ര ജാഗ്രതയോട് കൂടിയിട്ടാണ് ഒരു വാഹനത്തിൽ പോകുന്ന ആളെ പെറ്റിയടിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ എക്സൈസ് ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതയും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ അല്ലെങ്കിൽ സമൂഹത്തിന്റെ നാശത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ ഉണ്ടാകുന്നില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം കോടതിക്ക് മുമ്പിൽ വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7,600, ഒരു വർഷം 7,600 കേസുകളുണ്ട്. ആ കേസുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താ? അപ്പൊ നോക്കൂ, ഏതെങ്കിലും രീതി ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവൻ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാവുന്ന മാർഗങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. അല്ലെങ്കിൽ ബാഹ്യമായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് നമ്മുടെ പ്രതിഭ MLA-യുടെ മകന്റെ ലഹരി പിടുത്തവുമായി ബന്ധപ്പെട്ട് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. അവസാനം പിടിക്കാൻ ചെന്നിട്ടുള്ള എക്സൈസ് കമ്മീഷണറെ സ്ഥലം മാറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പൊ നമുക്ക് ആത്മാർത്ഥമായിട്ട് ലഹരിക്കെതിരെ പോരാടിയ ആ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും പ്രശ്നം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇവിടെ മയക്കുമരുന്ന് മാഫിയ വളരെ ശക്തമാണ്. അത് ശക്തമാകാനുള്ള കാരണം നമുക്കറിയാം. ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ പ്രമാദമായ ലഹരിക്ക് അടിമപ്പെടുന്ന കേസിൽ അകത്തിലായത് അന്തരിച്ച നമ്മുടെ CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണ്. ബിനീഷിന്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. അദ്ദേഹം നമുക്കറിയാം ലഹരിക്ക് ആവശ്യമായിട്ട് പച്ചക്കറിയുടെ മറവിൽ ലഹരി കടത്തിന് ആവശ്യമായിട്ടുള്ള പണം കൊടുത്തു എന്നുള്ളതിന്റെ പേരിലായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇവിടെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് കാരിയർമാരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒക്കെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പശ്ചാത്തലം SFI-യോ അല്ലെങ്കിൽ ഇടതുപക്ഷ പശ്ചാത്തലവുമാണ്. അതോടൊപ്പം തന്നെ നാർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള വലിയ തീവ്രവാദി സംഘങ്ങൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ നാർക്കോട്ടിക് ജിഹാദിനെതിരെ കല്ലറങ്ങാട് അച്ഛൻ പറഞ്ഞപ്പോ അച്ഛനെതിരെ അന്ന് ഉറഞ്ഞു തുള്ളുകയാണ് ഉണ്ടായത് ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാർ. അപ്പൊ കേരളത്തിന്റെ സർക്കാരിന്റെ നിരവധി അനവധി പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിനകത്ത് പോലും പ്രോഗ്രാമുകൾ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ലഹരി കടത്തുകാർക്കെതിരെ, ഈ ലഹരി മാഫിയക്കെതിരെ സർക്കാരിന്റെ പോരാട്ടം വളരെ ശുഷ്കവും ശോചനീയവുമാണ്. അത് തന്നെയാണ് ലഹരി ഇത്രയും വ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ശരി, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, അതാണോ കാരണം? നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി ഇല്ലായ്മയാണോ ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിലേക്ക് ലഹരിയുടെ ഉപയോഗം സംസ്ഥാനത്ത് വർദ്ധിക്കുന്നതിന് കാരണമാക്കുന്നത്? നമുക്ക് അറിയാം, നമ്മുടെ കേരള തീരം കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ലഹരി കടത്ത് നടക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഓപ്പറേഷൻ സമുദ്രഗുപ്ത എന്നുള്ള രീതിയിൽ NCB ഒരു പ്രാവശ്യമൊക്കെ അത്തരം റെയ്ഡുകളൊക്കെ നടത്തിയതുമാണ്. പക്ഷേ ഇപ്പോഴും അതിങ്ങനെ നിർബാധം ഒഴുകുന്നുണ്ട് എന്ന് മാത്രമല്ല, മറ്റ് ചില ഘടകങ്ങൾ, അതായത് സംസ്ഥാനത്തിനകത്ത് ഈ ലഹരി ഉപയോഗം ഒരു വശത്ത് നടക്കുമ്പോൾ ഇതിന് സഹായകരമാകുന്ന മറ്റ് ചില ഘടകങ്ങൾ, അത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മുതലാളിത്തമായിക്കോട്ടെ, ഇവരെല്ലാം ഇതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട്, സിനിമാ വ്യവസായത്തിൽ ഉൾപ്പെടെ ഇതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇവരെയൊന്നും തൊടാൻ പോലും ഭയക്കുന്ന ഒരു ഭരണകൂടം അല്ലെങ്കിൽ പോലീസ് സേന, ഇതാണോ ഇതിന് യഥാർത്ഥ കാരണം? ഈ ചർച്ചയുടെ ഉദ്ദേശം എന്താണെന്ന് പോലും എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. കാരണം ഈ ചർച്ച തുടങ്ങിയത് ഇന്നലെ നടന്ന ഒരു അരുംകൊലയുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇവിടെ സംസാരിക്കുന്നത് ആ രീതിയിലല്ല ഈ ചർച്ച പോകുന്നത്. ആ കൊലപാതകത്തിന്റെ ചർച്ചയാണോ അതോ കേരളത്തിലെ ലഹരിയുടെ ചർച്ചയാണോ എന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ നമുക്കറിയാം. ഇവിടെ നേരത്തെ
ശ്രീ ബൽദേവ്, ഈ വ്യക്തി അഫാൻ പറഞ്ഞത് സാമ്പത്തിക പരാധീനത മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു കൊടും ക്രൂരതയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നാണ്. പക്ഷേ അത് പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, രക്തപരിശോധനയടക്കം ശാസ്ത്രീയമായി ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട്. 1 മാസമായി മദ്യം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുമുണ്ട്. നമ്മൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നടന്ന ഇപ്പോൾ ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകം, അതും അറിയാം, ലഹരിക്ക് അടിമയായ ഒരു അധ്യാപകനാണ് ആ കൊടും ക്രൂരത ചെയ്തത്. അങ്ങനെ നേരത്തെ ഒരു 2023 സ്വന്തം അമ്മയെ തന്നെ 19കാരനായ യുവാവ് കൊലപ്പെടുത്തുന്നു. അവനും ലഹരിക്ക് അടിമയായിരുന്നു. നമ്മളിതിങ്ങനെ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ലഹരിക്ക് അടിമയായി അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൊലപാതകങ്ങൾ വളരെയേറെയാണ്. ഇപ്പോൾ വെഞ്ഞാറമൂട് കൊലപാതകം ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാകുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് കേരളത്തിൽ യുവത്വം ഇങ്ങനെ വഴിപിഴയ്ക്കുന്നു? അതിന് എന്തുകൊണ്ട് അതായത് അതിനെ തടയിടുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത്. ഡൽഹിയിലെ ഒരു ബസ്സിനകത്ത് നിർഭയ എന്നൊരു പെൺകുട്ടിയെ 4-5 പേര് കൂട്ടബലാത്സംഗം ചെയ്ത് വിദേശത്തുകൊണ്ട് ചികിത്സിച്ച് മരിച്ചു. അതും ഒക്കെ ഇന്ത്യ ഡൽഹിയുടെ ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ കട്ട്വായിൽ ഇതുപോലെ ഒരു നാടോടി പെൺകുട്ടി പോലീസുകാരും കുറെ BJPയുടെ നേതാവെല്ലാം കൂടെ ചേർന്ന് ബലാത്സംഗം ചെയ്തു കൊന്നു. അതിൽ ലഹരി ഉപയോഗിച്ചിട്ടാണ്. UPയിലെ ഹത്രാസിൽ ഒരു ഹരിജൻ പെൺകുട്ടിയെ കത്തിച്ച് കളഞ്ഞ് ബലാത്സംഗം ചെയ്തിട്ട്. ഇതും ലഹരിയാണോ എന്നൊക്കെ വ്യക്തമാക്കണം ഇതിന്റെ കൂടെ. ഞാൻ പിന്നെ അതിലേക്ക് വരാം. ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഇതിന് മറുപടി പറയാം. യുവാക്കളിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ, എല്ലാ കൊലപാതകങ്ങളും ഒന്നും ലഹരിയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഒരിക്കൽ പോലും ലഹരി ഉപയോഗിക്കാത്ത ഒരു നിരവധി കൊലപാതകങ്ങളും നിരവധി പ്രോബ്ലങ്ങളും അവരൊന്നും മാനസിക രോഗികളാകണമെന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ ചില കാര്യങ്ങൾ സംഭവിക്കുക. അതാണ് ഇതിന് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ വിലയിരുത്തുന്നത്. ഇപ്പൊ എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ അതെല്ലാം ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ്, MDM കഴിച്ചുകൊണ്ടാണ്, കേരളത്തിലെ ഗവൺമെന്റിന്റെ കുഴപ്പമാണ്. ഇത് ഗവൺമെന്റുമായിട്ട് എന്തോ ബന്ധം? ഒരു പയ്യൻ വൈകിട്ടിറങ്ങി അവന്റെ അമ്മയും അച്ഛനെയും അപ്പൂപ്പനെയും എല്ലാം വീട്ടിൽ കൊണ്ടിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. ഞാൻ 5 കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കയ്യിലിരുന്ന വിഷം എടുത്ത് അവൻ കഴിക്കുന്നു. അപ്പോൾ അവൻ ശരിക്കും അവൻ മെന്റലി പ്രിപ്പയർഡ് ആണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ വിഷം കഴിക്കുകയാണ് മരിക്കാനായിട്ട്. പോലീസ് പെട്ടെന്ന് കണ്ടുകൊണ്ട് അവൻ മരിക്കാതെ പോയി. അപ്പൊ ഇതെല്ലാം ഗവൺമെന്റിന്റെ പുറത്ത് തലത്തിൽ വെച്ചാൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾക്കഥ ഞാനിപ്പോൾ അതായത് മുമ്പിൽ വെച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന റിപ്പോർട്ട് ഇരിക്കുന്ന UPയിലാണ്. പട്ടികജാതിക്കാർക്കും സ്ത്രീകൾക്കും എതിരെ കഴിഞ്ഞ 2023-24 കണക്ക് വിട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കും ദളിതർക്കും വരെ ക്രൈം നടക്കുന്നതായിട്ട് UPയിലാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ BJPയുടെ വക്താവ് തന്നെ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാർക്കോട്ടിക് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. എങ്ങനെ റിപ്പോർട്ട് ചെയ്തു? കേരളത്തിലെ എക്സൈസ് വളരെ ശക്തമായിട്ട് നിന്ന് അവരെ പിടിച്ചതുകൊണ്ടാണ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിടിച്ചില്ലെങ്കിൽ അത് രജിസ്റ്റേർഡ് കേസായിട്ട് വരും. പോലീസോ അല്ലെങ്കിൽ എക്സൈസോ വളരെ ജാഗ്രതയോടുകൂടി ലഹരി ഉപയോഗിക്കുന്നവരെയോ ലഹരി കച്ചവടക്കാരെയോ വളരെ ശക്തമായിട്ട് പിടിക്കുന്നത് കൊണ്ടാണ് അത്രയും കൂടുതൽ കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അല്ലാതെ മറ്റു സംസ്ഥാനങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ടല്ല. അവിടെ കേസുകൾ പിടിക്കപ്പെടുന്നില്ല. കാര്യം ഈ പോലീസ് തന്നെ അതിന്റെ ഒരു ഭാഗമാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും പോലീസും കൂടെ ചേർന്നത് കച്ചവടം ചെയ്യുന്നു. അതുകൊണ്ട് ഉപയോഗിക്കുന്നവരെയോ വിൽക്കുന്നവരെയോ കൊടുക്കുന്നവരെയോ പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവതാരകയും BJP വക്താവും വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. കേരളത്തിന്റെ കടൽ തീരത്തുകൂടിയാണ് പണ്ട് ഇന്ത്യയുടെ അതിർത്തി, മറ്റതിർത്തി, കടലില്ലാത്ത അതിർത്തി ഇന്ത്യയിൽ 4000 ചില്ലാനം കിലോമീറ്റർ ഉണ്ട്. ആ 4000 ചില്ലാനം കിലോമീറ്റർ കൂടെയായിരുന്നു ഇന്ത്യയുടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ലഹരി വന്നിരുന്നത്. ബോർഡർ BJP ഗവൺമെന്റ് ശക്തമാക്കി, നല്ല കാര്യം. പക്ഷെ ഇന്ത്യയുടെ കടൽ തീരം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. കേരളത്തിൽ 500 ചില്ലാനം കിലോമീറ്റർ ഉണ്ട്. ഈ കേരളത്തിന്റെ കടൽ തീരത്തോടുകൂടെ വരുമ്പോൾ ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം? കടലും ഗവൺമെന്റുമായിട്ട് ബന്ധമില്ല. സംസ്ഥാന ഗവൺമെന്റ് അധികാരപരിധിയിൽ വരുന്നതല്ല കടല്. അതാകെയുള്ളത് 20 നോട്ടിക്കൽ മൈലാണ് സംസ്ഥാന ഗവൺമെന്റ് അധികാരപരിധിയിൽ വരുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരപരിധിയാണ്. അപ്പോൾ വിദേശത്തുനിന്ന് കേരളത്തിലേക്ക് ഒരു ലഹരി മരുന്ന് കടൽ വഴി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരപരിധിയിലുള്ള കടലിലൂടെ വരണം. അത് നിയന്ത്രിക്കുന്നത് കോസ്റ്റൽ ഫോഴ്സോ നേവിയോ ഒക്കെയാണ്. അതൊന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതല്ല. ഇപ്പൊ കേരള തീരത്ത് കപ്പലിലോ ബോട്ടിലോ ഒക്കെ ലഹരി കൊണ്ടുവന്ന് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ്. പക്ഷെ ആ ലഹരി ഇവിടെ ഇറക്കുമ്പോൾ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ എക്സൈസ് വകുപ്പിന്റെ കഴിവാണ്. പിന്നെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം. ഈ അടുത്ത സമയം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാമെങ്കിൽ ഒരു പക്ഷേ പിടിക്കുന്ന സൈക്കാട്രിസ്റ്റ് അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടാവും. പോസ്റ്റ് കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ട് യുവാക്കളിൽ ഉണ്ടാകുന്ന മാറ്റം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മറ്റ് പല ഏജൻസികളും പഠിച്ചു. അതിനകത്ത് അദ്ദേഹം വായിച്ചിട്ടുണ്ടാകും. ഈ അടുത്ത സമയത്ത് ഒരു 10-20 ദിവസത്തിന് മുമ്പ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. വളരെ സമാധാനപരമായ സ്കാൻഡിനേവിയൻ രാഷ്ട്രമാണ് നോർവേ. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് വേറെ രാഷ്ട്രമാണ്. ഇവിടെയൊക്കെ
വളരെ കൂടുതലായിട്ട് അക്രമാസക്തി യുവാക്കൾ കൂടുതലായിട്ട് വയലൻസ് ആവും. ഇത് അന്തർദേശീയ റിപ്പോർട്ടാകും. അത് കാരണം എന്താ? പോസ്റ്റ് കോവിഡിന് ശേഷം പല യുവാക്കളിലും മാനസികമായിട്ട് ഒരുപാട് മാറ്റം ഉണ്ടായതായിട്ടാണ് അവരുടെ റിസർച്ച്. ഞാനൊന്നും പഠിച്ച റിസർച്ച് ഒന്നല്ല. അത് ഏറ്റവും കൂടുതൽ കണ്ടത് ഏറ്റവും കുറച്ച് ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന നോർവേ എന്ന രാജ്യത്ത്, അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് ക്രൈം വളരെ കുറവാണ്. ഏറ്റവും ഹാപ്പിയസ്റ്റ് രാജ്യങ്ങളാണ് ലോകത്തെ 10 രാജ്യങ്ങൾ എടുത്താൽ ഹാപ്പിയസ്റ്റ് രാജ്യങ്ങളാണ് അവിടേക്ക്. പോസ്റ്റ് കോവിഡിന് ശേഷം പക്ഷെ അവിടെയും ചെറുപ്പക്കാര് വയലന്റ് ആയിട്ട് മാറുന്നത്, അതിനെക്കുറിച്ച് അന്തർദേശീയ തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ അടുത്ത സമയത്ത് ശരിയാണ്, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല, വളരെ കൂടുതലായിട്ട് ക്രൈം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മക്കൾ അച്ഛനെയും അമ്മയും വെട്ടിക്കൊല്ലുന്നു, സഹോദരങ്ങൾ വെട്ടിക്കൊല്ലുന്നു, തൊട്ടടുത്ത രക്തബന്ധുക്കളെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കൊലപാതകം നടക്കുന്നത്. അപ്പൊ അത് ലഹരിയുമായിട്ട് ബന്ധമുണ്ടോ? ചിലർ ലഹരിക്ക് അഡിക്റ്റ് ആണ്. ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വന്ന ഒരു പുള്ളി വേറെ വീട്ടിൽ ചെന്നൊരു സ്ത്രീയെയും ഒക്കെ ഭർത്താവിനെ കൊന്ന നമുക്കറിയാം. അദ്ദേഹം ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടല്ല, അതൊരു മാനസികാവസ്ഥയാണ്. അദ്ദേഹത്തിനോട് എന്തോ തെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രതികാരം വീട്ടുകയായിരുന്നു. അവിടുത്തെ ലഹരിയല്ല അതിനടിമ. അപ്പം എവിടെ എന്ത് കൊലപാതകം നടന്നാലും അത് പിണറായി സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണ്. ഈ കടൽ തീരത്തൂടെ സാമൂഹിക വിപത്തിനെ നിയന്ത്രിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനില്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു, താങ്കൾ നേരത്തെ പറഞ്ഞു എക്സൈസ് പിടിക്കുന്ന കണക്കുകളുടെ എണ്ണം അത് പെരുപ്പിച്ച് കാണിക്കുന്നെങ്കിൽ അത് അത്രയും പിടിക്കുന്നത് കൊണ്ടാണ് എന്ന്. താങ്കൾ പറഞ്ഞ കേരളത്തിന്റെ അതേ സാഹചര്യം തന്നെയാണ് യുപിയിലും. ക്രൈം റെക്കോർഡ്സിൽ ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്നതാണെങ്കിൽ പോലീസ് അത്രയും കേസുകൾ ക്രൈം റെക്കോർഡ്സിലേക്ക് വരുന്നത് കൊണ്ട് തന്നെയല്ലേ? അത് ഒരു വശത്ത്. ഇവിടെ വ്യക്തിപരമായി ഓരോ വ്യക്തികൾ ആക്രമിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എന്ത് ബാധ്യത എന്ന് പറഞ്ഞ് ഒരു സാമൂഹിക വിപത്തിനെ അങ്ങനെ കൈയൊഴിഞ്ഞു പോകാൻ സാധിക്കുമോ? അതിർത്തി സംരക്ഷിക്കേണ്ടത് കേന്ദ്രം. വ്യക്തികൾ തമ്മിലുള്ള കൊലപാതകത്തിന് പിണറായി സർക്കാർ എന്തു പിഴച്ചു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളോടുകൂടി അത്രയും ലാഘവത്തോടുകൂടി നമുക്ക് കാണാൻ കഴിയുമോ? നമുക്കറിയാം, ഈ കള്ളിനും കഞ്ചാവിനും വേണ്ടിയായിരുന്നല്ലോ റാഗിംഗ് അടക്കമുള്ള കൊടും ക്രൂരതകൾ നടന്നത്. അത് പൂക്കോട്ടൂർ സിദ്ധാർത്ഥനിൽ തുടങ്ങി ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ട കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയെ അടക്കം എന്തിനായിരുന്നു? ലഹരി ഉപയോഗത്തിന് പണം കണ്ടെത്തുന്നതിനായി. അതൊക്കെ ഏതെങ്കിലും കോളേജിലെ കാര്യമല്ലേ, ഏതെങ്കിലും ഹോസ്റ്റലിലെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാൻ കഴിയുമോ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, വളരെ കൂടുതലായിട്ട് ക്രൈം നടക്കുന്നുണ്ട്, പല സംഭവങ്ങളും അങ്ങനെ നടക്കുന്നു. പക്ഷെ ഈ സംഭവം ഇത് നടന്ന 21 വയസ്സാന്ന് തോന്നുന്നു ആ പയ്യന്. ആ 21 വയസ്സുള്ള പയ്യൻ ഒരു ദിവസം വൈകിട്ട് 5 മണിക്ക് ഇറങ്ങി 5 പേരെ വെട്ടിക്കൊല്ലുന്നു. ഇത് ഗവൺമെന്റുമായിട്ട് എന്തോ ബന്ധം? പോലീസുമായിട്ട് എന്തോ ബന്ധം? അവൻ നേരത്തെ ഒരു കുറ്റവാളിയാണെന്നോ അങ്ങനെയുള്ള യാതൊരു റെക്കോർഡുകളും ഇല്ല. എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്ത് അവൻ അക്രമാസക്തിയാണ് അങ്ങനെയുള്ള യാതൊരു വിധമായ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ മുന്നിലോ പോലീസ് സ്റ്റേഷനിലോ അവനെ കുറിച്ച് ഇന്ന് വരെ ഒരു പെറ്റി കേസ് പോലും രജിസ്റ്റർ ചർച്ചയില്ല. ഈ വ്യക്തിയെക്കുറിച്ച് പോലീസിന് യാതൊരു ധാരണയുമില്ല. പക്ഷേ ശ്രീ ബൽദേവ് തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു ചെന്താമരയുടെ കാര്യം. അത് എങ്ങനെയാണ്? ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതിയാണ്, യാതൊരു വിധത്തിലുള്ള പോലീസ് സംവിധാനവും നിരീക്ഷിച്ചില്ല. അതുകൊണ്ടാണല്ലോ പിന്നീടും ജീവനുകൾ പൊലിഞ്ഞത്. അവിടെ എന്തായാലും പോലീസിന്റെ അലംഭാവം പറയാൻ പാടില്ലാതെ പോകരുതല്ലോ. ഇല്ല, അതിന്റെ ചർച്ച ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് പോലീസ് വളരെ കൃത്യമായ അലംഭാവം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പല ചാനലിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. നിങ്ങൾ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ട് തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ SFI വിദ്യാർത്ഥികളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും. അപ്പൊ എല്ലാ കാര്യങ്ങളും എവിടെ എന്ത് നടന്നാലും അതെല്ലാം ഗവൺമെന്റിന്റെ അനാസ്ഥയായിട്ട് കൊണ്ട് കെട്ടി വെച്ചോണ്ട് പോകുന്നതിന് ഞാൻ പറഞ്ഞോളൂ. SFI വിദ്യാർത്ഥികൾക്ക് അടിക്കടി ഉണ്ടാകുന്ന സമാന സംഭവങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് അല്ലേ? അതിലേക്ക് എത്താം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഉത്തരവാദിത്വം ഉള്ളിടത്ത് ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ച് തലയിൽ കെട്ടാൻ നിൽക്കരുത്. അദ്ദേഹം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇവിടുത്തെ കടൽത്തീരം വഴിയാണ് ഈ കഞ്ചാവ് ലഹരിയൊക്കെ വരുന്നത്. കടൽത്തീരം ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതല്ല, അത് നിയന്ത്രിക്കേണ്ടത്. നാർക്കോ ടെററിസം ഒരു വലിയ വിപത്തായി തന്നെ ഭാരതത്തെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില്ല എന്ന് പറയുന്നില്ല. അതിന് പാകിസ്ഥാൻ തന്നെയാണ് ചുക്കാൻ പിടിക്കുന്നത്. അതിന് വേണ്ടുന്ന തയ്യാറാക്കാവുന്ന സജ്ജീകരണങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് സജ്ജമാക്കുന്നുണ്ട്. പക്ഷേ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു സംസ്ഥാനത്തിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ചോദ്യം മാത്രമേ ഉയർത്തിയുള്ളൂ. താങ്കളിലേക്ക് എത്താം. ഡോക്ടർ ജിഷ്ണു ജനാർദ്ദനൻ, ഇവിടെ 23 വയസ്സുള്ള ഒരു യുവാവ് ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്യുമോ എന്ന് അതിശയിച്ച ഒരു സ്വഭാവമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. കാരണം സ്വന്തം ഉമ്മയും കുഞ്ഞനുജനും പ്രണയിനിയും ഒക്കെയാണ്. അതുമാത്രമല്ല, വളരെ അടുത്ത ബന്ധുക്കൾ 2 പേര്. അത് ഏറ്റവും ക്രൂരമായ രീതിയിലാണ് ആ വ്യക്തി കൊല ചെയ്തിരിക്കുന്നത്. ഉമ്മ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മാനസിക നില, ലഹരിയുടെ ഉപയോഗം, ഇതൊക്കെ താരതമ്യം ചെയ്തുള്ള ഒരു പഠനം നടത്തുന്നതിലുപരി ഈ ഇത്തരത്തിൽ യുവാക്കൾക്ക് ആരോഗ്യകരമായ ഒരു മാനസിക സാഹചര്യം ഉണ്ടാക്കുന്നതിൽ ഇപ്പോഴത്തെ ഒരു സാമൂഹിക പശ്ചാത്തലം കുറച്ചെങ്കിലും പിന്നോട്ട് നിൽക്കുന്നുണ്ട് എന്നതാണോ സത്യം?
അതില് നമ്മൾ ഒരിക്കലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേബലിംഗ്, അതായത് ഓൾ ഗുഡ് അല്ലെങ്കിൽ ഓൾ ബാഡ് എന്നുള്ള തരത്തിലുള്ള ലേബലിംഗ് തീർച്ചയായിട്ടും ഗുണം ചെയ്യില്ല. ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഈ ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലിംഗപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, വിവേചനങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ, അതായത് സ്ത്രീകൾ എപ്പോഴും അടിച്ചമർത്തപ്പെടേണ്ടവരാണ്, ജാതി ചിന്ത, ഇത്തരത്തിൽ കാര്യങ്ങളിലൊക്കെ നമ്മുടെ യുവത്വം ഏറെ പുരോഗമിച്ചിട്ടുണ്ട് മുൻപുള്ള സമൂഹത്തെ അപേക്ഷിച്ച് നോക്കുക. അപ്പൊ നമ്മൾ ഈ യുവത്വത്തെ ഒന്നടങ്കം ലേബൽ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമായിരിക്കും. നമുക്കറിയാം ഇപ്പോൾ സിനിമകളിൽ പോലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ സിനിമകളിലെ പോലും സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ ജാതി പരാമർശം ഒക്കെയും സവർണത ഒക്കെയും ചർച്ചയാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും പിന്നോട്ട് പോവുകയാണ് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ അവിടെ നമ്മളെപ്പോഴും എന്ത് ശരി എന്ന് മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഒരു സമൂഹത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ, ആവർത്തിച്ചുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് എവിടെയാണ് തെറ്റുന്നത്. അവിടെയാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. അതായത് നമുക്കിപ്പോൾ എന്ത് ഉണ്ടെങ്കിലും നമ്മുടെ ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലെ ഒരു പ്രവണത ഇസ് ലൈക്ക് എക്സ്ട്രീം വ്യൂസ്. അതായത് ഇപ്പോ ഒരു ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും നമുക്കിപ്പോ ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അപ്പൊ അവരെ തീർത്തും താറടിച്ച് അപമാനിച്ച് കാണിക്കുന്ന ഒരു കമന്റ്, അതിൽ ചിലപ്പോൾ തെറികൾ ഉൾപ്പെടാം. അതൊക്കെ കമന്റ് ചെയ്യുമ്പോൾ ഒരു യുവാവ് അങ്ങനെ കമന്റ് ചെയ്യുന്നു എന്ന് കരുതുക, അവിടെ നിറച്ച് ലൈക്കുകൾ കിട്ടുകയാണ്. അപ്പോ ഒരു കൗമാരക്കാരന്റെ തലച്ചോറിൽ പതിയുന്ന, മനസ്സിൽ പതിയുന്ന ചിത്രം എന്താണ്? എക്സ്ട്രീം വേസ് നമുക്ക് അഭിപ്രായം. ഇതിപ്പോൾ ഇവിടെ തന്നെ സംസാരിച്ച രണ്ട് വ്യക്തികളും അവർ രണ്ടുപേരും വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷെ ഒരിക്കലും സഭ്യതയുടെ സീമകൾ ആരും തന്നെ ലംഘിച്ചില്ല, അല്ലെ? അപ്പൊ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിൽ പോലും എക്സ്ട്രീം വേസ് ആർ ജസ്റ്റിഫൈഡ് എന്നുള്ള തരത്തിൽ, അതിപ്പോൾ മതത്തിന്റെ കാര്യമാവട്ടെ, നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു വെച്ചാൽ വളരെയധികം കാണുന്നതല്ലേ, ഫേക്ക് അക്കൗണ്ടുകൾ വഴി ഇത്തരത്തിൽ മതവിദ്വേഷം, ജാതി വിദ്വേഷം, നിറവിദ്വേഷം എല്ലാം പരത്തുകയാണ്. അപ്പോൾ അതിന് കയ്യടി കിട്ടുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പതിയുന്നത് എന്താണ്? ദിസ് ഈസ് ദ റൈറ്റ് വേ. ഈ കാര്യത്തിൽ സമൂഹം പിന്നോട്ട് പോകുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ട്രീം വ്യൂസ്, എക്സ്ട്രീമിസം എന്ന് വെച്ചാൽ കേവലം നമുക്ക് തോക്കേന്ത്യ തീവ്രവാദികൾ മാത്രമല്ല. ഈ തീവ്രവാദമടക്കം, ഇപ്പോൾ തീവ്രവാദത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്, തീവ്രവാദമടക്കം എന്തിന്റെയും ആരംഭം എവിടെയാണ്? നമ്മുടെ മനസ്സിലാണ്. അപ്പൊ ഈ മനസ്സിൽ വിദ്വേഷം, നമുക്കിപ്പോ അഭിപ്രായ വ്യത്യാസം ഈസ് ഈക്വൽ ടു വിദ്വേഷം ആൻഡ് എക്സ്പ്രസ് ദാറ്റ് എന്നുള്ള തരത്തിലേക്ക് സമൂഹം ചെറുതായിട്ട് പോകുന്നുണ്ടോ? അതിന് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളത്, അതായത് നമുക്കിപ്പോ ഒരു ആശാഭംഗം വരികയാണെങ്കിൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ അതിനെ നേരിടണം എന്ന് എവിടെയോ നമ്മുടെ സമൂഹത്തിന് ചെറുതായിട്ട് തെറ്റുകുറ്റങ്ങൾ പറ്റുന്നുണ്ട്. അത് കേവലം യുവാക്കൾക്ക് മാത്രം തെറ്റു പറയുന്നതിൽ കാര്യമില്ല. കാരണം ഈ റിപ്പീറ്റഡ് ക്രൈം, ഓപ്പൺ ലാസ്റ്റ് ഒരു 5 വർഷത്തെ ക്രൈംസ് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യുവാക്കൾ മാത്രമല്ല, നമുക്കറിയാം ഈ സയനൈഡ് ഉപയോഗിച്ചൊരു ജോളി എന്നൊരു വ്യക്തി ആവർത്തിച്ചുള്ള കൊലപാതകങ്ങൾ ചെയ്തു. ഇമ്പൾസീവ് ആയിട്ടുള്ള, എടുത്തുചാടിയുള്ള ക്രൈംസ് കൂടുതലും യുവാക്കളിലാണ്. അതിന് ബയോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ ഈ തലച്ചോറ് അതിന്റെ പൂർണ്ണ വികാസം പ്രാപിക്കുക ഏതാണ്ട് ഒരു 25 എന്നാൽ 25ാമത്തെ പിറന്നാളിന്റെ തലച്ചോറ് പൂർണ്ണമായി മെച്ചുവർ ആവുന്നല്ല. നമ്മുടെ തലച്ചോറിന്റെ ആവരണം, അതിന് മൈലിൻ എന്നാണ് പറയുക. ഈ മൈലിനേഷൻ കംപ്ലീറ്റ് ആവാൻ 25 വയസ്സെങ്കിലും ശരാശരി എടുക്കും. അപ്പൊ 18 വയസ്സായി എന്നുള്ളത് കൊണ്ട് ഈ വ്യക്തികളെല്ലാവരും മെച്ചുവേർഡ് ആയി, ജസ്റ്റ് ബിക്കോസ് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടി എന്നുള്ളതിനനുസരിച്ച് അവർ മെച്ചുവേർഡ് ആയി എന്നർത്ഥമില്ല. അപ്പോൾ ചില വ്യക്തികൾക്ക് ഈ മൈലിനേഷന്റെ, അത് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും സാംസ്കാരികമായിട്ടുള്ള, സാമൂഹ്യമായിട്ടുള്ള, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ പ്രധാനമാണ്, ഒരു വ്യക്തി എങ്ങനെ ആയി മാറുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നല്ല, ആസ് എ സൊസൈറ്റി വി ആർ ഫെയിലിംഗ്. ആസ് എ സൊസൈറ്റി, അതിപ്പോൾ കുടുംബത്തിന്റെ പരാജയമുണ്ട്, സമൂഹത്തിന്റെ ഒക്കെ പരാജയമുണ്ട്. ഇമ്മീഡിയറ്റ് കോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊന്നും പ്രസക്തമല്ല. ഒരു ക്രൈമിന്റെ നമുക്കറിയാം മെൻസ് റിയ ആക്ടസ് റിയ, അതായത് എന്തുകൊണ്ട് കൊന്നു, എങ്ങനെ കൊന്നു എന്നുള്ളതിന്റെ ഒക്കെ കാര്യങ്ങൾ, അതിന്റെ മോട്ടീവ് ഒക്കെ തെളിയിക്കും. അപ്പൊ ഇമ്മീഡിയറ്റ് കോസ് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും വിഷയമല്ല. പക്ഷേ ഇത്തരമുള്ള സാഹചര്യത്തിലെങ്കിലും ദ സോഷ്യൽ ആസ്പെക്ട്സ്, സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ക്രൈം എന്നുള്ളത് ചർച്ചയാവണം, സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ചർച്ചയാവണം. അപ്പൊ ഈ വ്യക്തിക്ക്, ഞാൻ ആ വ്യക്തിയുടെ മാനസിക നിലയെ കുറിച്ച് ഒന്നും കമന്റ് ചെയ്യുന്നില്ല, അദ്ദേഹം മാനസിക രോഗത്തിന് അടിമയാണെന്നോ അല്ലെന്നോ ലഹരിക്ക് അടിമ ഒന്നും കമന്റ് ചെയ്യുന്നില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും കടുത്ത വിഷാദ രോഗം അല്ലെങ്കിൽ ഉന്മാദ വിഷാദ രോഗം, ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെയുള്ള വ്യക്തികൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ്, ക്രൈംസിന്റെ കാര്യത്തിലല്ല. ബിക്കോസ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും, അതായത് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണും, നമുക്കിപ്പോ എവിടെ പോയി എന്ന് ഒരു വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ ഡോക്ടറെ അടുത്തൊന്ന് പോയതായിരുന്നു, ആ ലാഘവത്തോടെ അല്ലെങ്കിൽ ആ സാധാരണത്വത്തോടെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല.
ഞാൻ പറഞ്ഞു വരുന്നത് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഈ ഒരൊറ്റ കേസിന്റെ പശ്ചാത്തലത്തിലല്ല, നമ്മുടെ കുട്ടികൾക്കിടയിലെങ്കിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദം വരുമ്പോൾ അതിന് താങ്ങായി നിൽക്കേണ്ടുന്ന സോഷ്യൽ സിസ്റ്റംസിൽ എവിടെയൊക്കെയോ നമ്മുടെ അനുകുടുംബവും കഴിഞ്ഞ് എല്ലാവരും അവനവന്റെ സ്ക്രീനിലേക്ക് മാറുകയാണല്ലേ. അപ്പൊ എനിക്ക് ഒരു മാനസിക സമ്മർദ്ദം വരുമ്പോൾ ഞാനും എന്റെ മുന്നിലുള്ള വിർച്വൽ വേൾഡ്, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അത് മാത്രമാണ്. അപ്പൊ അതിന് പകരം നമുക്കൊരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായി വരണം. നമുക്കിപ്പോ ഒരു ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വെന്റിലേറ്റ് ചെയ്ത് പോകാൻ നമ്മൾ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ മനസ്സിനെ ഒരു പ്രഷർ കുക്കറായിട്ട് ഉപമിക്കാം. അപ്പൊ പ്രഷർ കുക്കർ സ്വാഭാവികമായിട്ട് വിസിലടിച്ച ആ പ്രഷർ റിലീസ് ആയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പൊട്ടിത്തെറിക്കുകയല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ നമ്മുടെ ഇടയിൽ ഇനിയും പൊട്ടിത്തെറിക്കാവുന്ന ദ പൊട്ടൻഷ്യൽ ക്രിമിനൽസ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ക്രൈം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സാമൂഹ്യ പശ്ചാത്തലം ഡിസ്കസ് ചെയ്യേണ്ടതാണ്, സൈക്കോളജിക്കൽ ആസ്പെക്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ശ്രീ പ്രിൻറ്റു മഹാദേവ്, വലിയ രീതിയിൽ ലഹരിയുടെ ഉപയോഗം സമൂഹത്തിൽ വർദ്ധിക്കുന്നു. സ്കൂൾ കുട്ടികളിൽ തന്നെ ഇത് വളരെ വ്യാപകമാണ് എന്ന് പല പഠന റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുമുണ്ട്. ഇവിടെ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. തീർച്ചയായും സർക്കാരിന് കൃത്യമായി കാര്യക്ഷമമായി ഇടപെട്ട് കഴിഞ്ഞാൽ കേരളത്തിനെ ബാധിച്ചിട്ടുള്ള ഈ വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നിഷ്പ്രയാസം സാധിക്കും. കാരണം ഈ സിന്തറ്റിക് ഈ മരുന്ന് അല്ലെങ്കിൽ കഞ്ചാവ് തുടങ്ങിയ മേഖല കൃത്യമായിട്ടുള്ള ഒരു ശൃംഖലയ്ക്കുള്ളിലാണ് ഇത് നീക്കുന്നത്. സ്വാഭാവികമായിട്ട് 1, 2, 3, 100 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആരൊക്കെയാണ് അതിന്റെ കണ്ണികളെ കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കും. ഈ ചെയിൻ അങ്ങനെയാണ്. പക്ഷെ ആ ചെയിനിനെ തൊടാനുള്ള യാതൊരു വിധത്തിലുള്ള നടപടികളും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ സിന്തറ്റിക് ആയിട്ടുള്ള മരുന്നുകൾ പിടിച്ചു കഴിഞ്ഞ് അവസാന നിമിഷം അത് എത്തുന്ന സമയത്ത് അത് ചിലപ്പോ നമ്മൾ പറയുന്ന കായപ്പൊടിയോ അല്ലെങ്കിൽ അത് കുമ്മായപ്പൊടിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലെ എക്സൈസ് സംവിധാനത്തിനുള്ളത്. ഇപ്പൊ നോക്കൂ, ഈ 2047 ലഹരി വിമുക്ത ഭാരതം എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ 2014, 2008, 2014 കാലഘട്ടങ്ങളാണ് അറബിക്കടലിനോട് ചേർന്നുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിച്ചത്. 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന 60,000 കോടി രൂപയുടെ വേട്ട നടക്കുന്നത്. ഇപ്പൊ ലക്ഷദ്വീപിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മാഫിയ അവിടെ പിടിമുറുക്കുമ്പോഴാണ് ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാരിന് കൃത്യമായി ഇടപെടൽ ഉണ്ടാവുന്നത്. ലക്ഷദ്വീപിൽ ഇടപെടൽ ഉണ്ടായ സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് കേരളത്തിൽ നടത്തിയതെന്ന് നമുക്കറിയാമല്ലോ. സേവ് ലക്ഷദ്വീപ് ക്യാമ്പ് എന്തിനു വേണ്ടിയായിരുന്നു? ലഹരി മാഫിയയ്ക്ക് വേണ്ടിയായിരുന്നു. ആരാണ് അതിന് മുൻതൂക്കം കൊടുത്തത്? ഇവിടുത്തെ കേരളത്തിലെ സിനിമാ മേഖലയിലെ പ്രവർത്തകരായിരുന്നു. നമ്മൾ കണക്ഷൻ മനസ്സിലാക്കണം. സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഈ വരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഈ മാഫിയക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇവിടെ സേവ് ലക്ഷദ്വീപുമായിട്ട് വന്നത് സിനിമാ മേഖലയിലെ പ്രവർത്തകരായിരുന്നു. ഈ കേരളത്തിന്റെ സിനിമാ മേഖലയിലെ പ്രവർത്തകരുടെ പൊതു സ്വഭാവം എന്താണ്? അതൊരു ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ സ്വഭാവമാണ്. ഇപ്പൊ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് കേരളത്തിലെ യുവത്വത്തെ അരാജ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. ആ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കിയാണ് പ്രത്യയശാസ്ത്രപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, കേരളത്തിൽ തന്നെ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയ്ക്ക് കിട്ടിയ സ്വീകാര്യത എന്താണ്? ആ സിനിമ ഏതൊക്കെ രീതിയിലാണ് ആഘോഷിക്കപ്പെട്ടത്? അതോടൊപ്പം തന്നെ ഇപ്പൊ റാപ്പ് ഗായകർ എന്ന് പറയുന്ന ഒരു പറ്റം ആളുകളുണ്ട്, ഞാൻ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല. ഇവരുടെ ഷോ ഏത് രീതിയിലാണ്? ഈ ഷോയുടെ മാനദണ്ഡം എന്താണ്? MDMയും കള്ളും കഞ്ചാവ് അടിച്ചുകൊണ്ട് 10,000 ചെറുപ്പക്കാർ ഒരു തെരുവീതികളിൽ ആർപ്പു വിളിക്കുന്ന രീതിയിൽ അതിനുള്ള അനുമതി കൊടുക്കുന്നത് ആരാണ്? ഈ സർക്കാരാണ്. ഞാൻ പറഞ്ഞ അവരുടെ പാട്ട് മോശമാണെന്നോ ഒന്നുമല്ല. അതേസമയത്ത് ഇവിടെ മയക്കുമരുന്നിനെ അല്ലെങ്കിൽ മദ്യത്തെ ഇവിടെ ജനകീയവൽക്കരിക്കാനുള്ള പരിപാടികളുമായിട്ടാണ് ഈ സർക്കാർ പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കൃത്യമാണ്. നോക്കൂ, 2014 കേരളത്തിലെ എക്സൈസ് സംവിധാനങ്ങൾ ഈ സിന്തറ്റിക് മരുന്നുകളുടെ ഇനത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം 303. കഴിഞ്ഞ ഡിസംബർ മാസം, ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 44,000 കേസുകളിലേക്ക് കേരളം പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സമസ്ത മേഖലയിലും ഗ്രാമാന്തരങ്ങളിൽ ഈ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കി. ഒരു കൊലപാതകത്തിന്റെ മെറിറ്റും ഡിമെറിറ്റും നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഒരു മാസത്തിനുള്ളിൽ നടന്ന കൊലപാതകങ്ങളുടെ ഒരു ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കൂ. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു. കേരളം കേൾവി ഇല്ലാത്ത രീതിയിൽ അതിനിഷ്ഠൂരമായ കൊലപാതക പരമ്പരയിലൊക്കെ ഏറ്റവും അവസാനത്തെ കണ്ണി അനുഭവിച്ച് കേരളത്തിൽ വ്യാപകമായി ഒഴുകുന്ന ഈ മയക്കുമരുന്നും മദ്യവുമാണ്.
അപ്പൊ ലഹരിക്ക് യുവത്വം അടിമപ്പെടുമ്പോൾ അതൊരു ജനകീയവൽക്കരിച്ചുകൊണ്ട് യു.പിയിൽ ക്രൈം നടക്കുന്നുണ്ടല്ലോ, തമിഴ്നാട്ടിൽ ക്രൈം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വളരെ വലിയ രീതിയിലുള്ള മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗവും അതിനുള്ള ആസക്തിയും വർദ്ധിച്ചു വരുന്നു. അതൊരു കോവിഡ് പശ്ചാത്തലത്തിലൊന്നും ഉണ്ടായതല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ലോകം മുഴുവൻ അതിന്റെ ഒരു വ്യാപനം ഉണ്ടാകേണ്ട. നമുക്ക് വേണമെങ്കിൽ പറയാം കോവിഡ് പശ്ചാത്തലത്തിൽ ആളുകൾക്ക് ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതിയ ആധുനിക സമൂഹത്തിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ മനുഷ്യ മസ്തിഷ്കങ്ങളെ വിലക്കെടുക്കലാണ്. അപ്പൊ ആഗോളതലത്തിൽ ഇന്ത്യയുടെ മസ്തിഷ്കങ്ങൾക്ക് വലിയ രീതിയിൽ ഡിമാൻഡ് ഉണ്ട്. ഇന്ത്യൻ ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ടെററിസത്തിന്റെ പുതിയൊരു തന്ത്രമാണ്. ടെററിസം അവർ ആഗ്രഹിക്കുന്നത് ബുദ്ധി മരവിച്ച, മസ്തിഷ്കം മരവിച്ച അരാജകത്വ യുവത്വങ്ങൾ ഈ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം എവിടെയാണ്? കേരളമാണെന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് സാധ്യതകളിലൂടെ ഇത് നമ്മൾ ചെറിയൊരു ചെയിനല്ലോ, വലിയ മാഫിയയാണ്. ആ മാഫിയയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അവർ കൃത്യമായി ഇടപെടൽ നടത്തുകയും അവർക്ക് വളക്കൂറുള്ള മണ്ണ് ഈ കേരളമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിന് അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു നോക്കിയാൽ സിമ്പിൾ ചോദ്യം. ഇവിടുത്തെ കൊടിയേരി ബാലൻ അദ്ദേഹം മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാൻ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഏത് കേസിനകത്താണ് 10 മാസം ജയിലിൽ കിടന്നത് നമ്മൾ മനസ്സിലാക്കണം. SFIയുടെ സംസ്ഥാന സമിതിയായിട്ട് ശിവപ്രസാദ്, ജില്ലാ കമ്മിറ്റി അനുരാജ്, ഇങ്ങനെ നിങ്ങൾ കേരളത്തിലെ ലിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഈ പറയുന്ന മദ്യമയക്കുമരത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ശൃംഖലയായി പ്രവർത്തിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും SFIക്കും പങ്കുണ്ട്. കാരണം അവരുടെ ഐക്കൺ എന്ന് പറയുന്നത് ചെഗുവേരയാണ്. ചെഗുവേരെ ഐക്കണായി സ്വീകരിക്കുന്നവൻ പിന്നെ കഞ്ചാവില്ലാതെ അവൻ പാൽപ്പായസം കുടിക്കില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കണം, അത് വ്യത്യാസമാണ്. അത് കേരളത്തിന്റെ പൊതു മനസ്ഥിതിയിലേക്ക് മാറുന്നു. അതോടൊപ്പം സിനിമാ മേഖല അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ സിനിമാ മേഖലയിൽ ആന്റി കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിൽ നാഴിക്ക് 40 വട്ടം പ്രസ്താവന ഇറക്കുന്നവരുടെ അവരുടെ ഒരു നോക്കുന്ന സമയത്ത് നോക്കൂ, ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ കഞ്ചാവിനും മയക്കുമരുന്നിനും എതിരെ വലിയ വ്യാപകമായിട്ടുള്ള അവരുടെ സിനിമാ സംഘടനകൾ തന്നെ പറയുന്നു. അമ്മ പോലെയുള്ള സംഘടന പറഞ്ഞു ഞങ്ങൾക്കിടയിൽ വ്യാപകമായിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു വരുന്നു. ഈ ആളുകളെയാണ് പൊതുസമൂഹം കാണുന്നത്, കുട്ടികൾ കാണുന്നത്, യുവാക്കൾ കാണുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മൾ ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള പാട്ടുകൾ പോലും അല്ലെങ്കിൽ സിനിമകൾ പോലും എന്തിനാണ് കൂടുതൽ പർവ്വതീകരണം നടക്കുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത്, ഈ പിണറായി വിജയൻ സർക്കാർ 9 വർഷം കൊണ്ട് മദ്യത്തെ മയക്കുമരുന്ന് ജനകീയവൽക്കരിച്ചു. ഒരു സർക്കാർ സംവിധാനം 24 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ഈ മദ്യം മയക്കുമരുന്ന് മാഫിയ തുരത്താൻ കേരളത്തിൽ സാധിക്കും. അതിന് തയ്യാറാവുന്നില്ല. ഇപ്പോ പ്രതിഭ MLA മകന്റെ വിഷയം ഉണ്ടായ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്താ പറഞ്ഞത്? കുട്ടികളാവുമ്പോൾ ചിലപ്പോൾ വലിച്ചെന്നിരിക്കും. ഇതാണ് പരാമർശം നടത്തേണ്ടത്. ഒരു കുട്ടി വന്ന് ഇമോഷണലിൽ വന്നിട്ട് അധ്യാപകനെ വളരെയധികം മോശമായിട്ട് പറഞ്ഞ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന എന്തായിരുന്നു? കേരളത്തിൽ ചുംബന സമരം നടന്നപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളുടെ നിലപാട് എന്തായിരുന്നു? അപ്പൊ നോക്കൂ, അരാജകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടായിട്ട് കേരളം മാറിയിരിക്കുന്നു. അപ്പൊ അരാജകത്വത്തിന് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് സിന്തറ്റിക് മാഫിയ പിടിമുറുക്കും. ഇപ്പൊ നോക്കൂ, ഹൈദരാബാദിൽ സിന്തറ്റിക് മയക്കുമരുന്നുകൾ നിർമ്മിക്കുന്ന ഒരു സംവിധാനം തന്നെയുണ്ട്. അത് കണ്ടെത്തിയത് കേരള പോലീസ് ഡാൻസ് ഓഫ് ഒക്കെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു, സംശയം വേണ്ട. അതിനെ ആധുനികവൽക്കരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ 16 കോടി രൂപ കൊടുത്തിട്ടുണ്ട്, വിസ്റ്റലടക്കം ആധുനിക ഉപകരണങ്ങളടക്കം മേടിക്കാൻ വേണ്ടി. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ ഡാൻസ് ഓഫ് അടക്കം വളരെ രീതിയിൽ ജാഗരൂകരായിട്ട് പ്രവർത്തിക്കുമ്പോഴും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. ആ രാഷ്ട്രീയ നേരത്തെ പറയും, ഒരു വർഷത്തിൽ ഞാൻ 3250 കേസിനകത്ത് എത്ര പേരെ ശിക്ഷിച്ചു? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അത് മാത്രമല്ല, ഈ പ്രാദേശിക തലത്തിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ് മാഫിയക്കെതിരെയൊക്കെ പരാതി നൽകുന്നവർ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പലതും കൊലപാതകത്തിൽ തന്നെയാണ് കലാശിക്കുന്നത്. പക്ഷേ അതൊക്കെ വളരെ വിദഗ്ധമായി തന്നെ തേച്ചു മായ്ച്ചു കളയുകയും വ്യക്തിവൈരാഗ്യം എന്നൊക്കെയുള്ള രീതിയിൽ എഴുതി പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ നേരത്തെ പറഞ്ഞു, നാട്ടിൽ നടക്കുന്ന കൊലപാതകത്തിനൊക്കെ സർക്കാർ എന്തു പിഴച്ചു എന്നുള്ളത്. സർക്കാർ അങ്ങനെയാണെങ്കിൽ ഈ ലഹരി മാഫിയയ്ക്കെതിരെയും യുവത്വത്തെ വഴിപിഴയ്ക്കാതിരിക്കാനും വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബോധവൽക്കരണത്തിനായിട്ടൊക്കെ? ഈ നിയമത്തിന്റെ അഭാവം കൊണ്ടൊന്നുമല്ല ക്രൈമുകൾ ഉണ്ടാകും. നിയമമില്ലാഞ്ഞിട്ടുമല്ല. എല്ലാ രീതിയിലും ഏത് കുറ്റം ചെയ്താലും അതിന് ശിക്ഷിക്കപ്പെടാനുള്ള നിയമം നിരവധി മേഖലകളിലുണ്ട്. നമുക്കറിയാം, ലോകത്ത് പരിപൂർണമായിട്ട് ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ചിരിക്കുന്ന ബിയർ പോലും പാടില്ലാത്ത മുസ്ലിം രാജ്യങ്ങളുണ്ട്, ഇറാനും സൗദി അറേബ്യയ്ക്കും. അവിടെ വളരെ ശക്തമായ നിയമമാണ്. ലഹരി മരുന്ന് പിടിച്ചാൽ അവിടെ കഴുത്ത് വെട്ടിക്കളയും. ആ രീതിയിലുള്ള നിയമമാണ് അവിടെയൊക്കെ ഉള്ളത്. പക്ഷെ അവിടെ എത്രയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ കേരളക്കാരെ പിടിച്ചിട്ടുണ്ട്, മലയാളികളെ പിടിച്ചിട്ടുണ്ട് സൗദിയിലും ഇറാനിലും ഒക്കെ. അപ്പൊ അവിടെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു. കാര്യം എന്താ? അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ ഉപയോഗിച്ചുകൂടാന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ നിയമത്തിന്റെ അഭാവതയല്ല.
വളരെ ശക്തമായ നിയമങ്ങളുള്ള ചില മുസ്ലിം രാജ്യങ്ങളൊക്കെ അനുവദനീയമാണ്. ദുബായിലൊക്കെ ബാർ ഹോട്ടലുകളും എല്ലാം ഇഷ്ടംപോലെ, അത് മുസ്ലിം രാജ്യമാണ്. പക്ഷെ ചില മുസ്ലിം രാജ്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിയമം ഉണ്ട്. വളരെ ശക്തമായ നിലയിൽ താക്കീതുകൾ കൊടുക്കുന്നു, നടപടികൾ എടുക്കുന്നു, തൂക്കിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും കല്ലെറിഞ്ഞ് കൊല്ലുകയും ഒക്കെ ചെയ്യുന്നു അവിടെ. പക്ഷേ അവിടെയും ഇങ്ങനെയുള്ള സംഭവം ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞത്, നിയമം കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെയുള്ള എല്ലാത്തിനും നേരിടാൻ പറ്റില്ല. ഇതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടത് ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന ഒരു ബോധവൽക്കരണമാണ്. ബോധവൽക്കരണം എവിടെ തുടങ്ങണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യമൊക്കെ ഞാൻ വളരെ അംഗീകരിക്കുകയാണ്. കാര്യം ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗം, മദ്യത്തിന്റെ ഉപയോഗം, ഇതൊക്കെ വളരെ കൂടുതൽ ഇത് കേരളം മാത്രമല്ല, ഇന്ത്യ ഒട്ടൊക്കെ ബാർ ഹോട്ടലുകളും ലഹരി എവിടെ നമുക്കറിയാം. ഞാൻ വളരെ എല്ലാ സ്റ്റേറ്റിലും പല കാര്യങ്ങളുമായിട്ട് പോകുന്നതാണ്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാശ്മീരിൽ ചെന്നപ്പോൾ അവിടെ ശ്രീനഗർ ടൗണിൽ ബെബ്കോയുടെ ശ്രീനഗർ ടൗണിൽ മുസ്ലിങ്ങളാണ്. അവിടെ ആയിട്ട് 90% ശ്രീനഗർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. ആ ശ്രീനഗർ മാറിയേ ഉള്ളൂ മറ്റ് സമുദായക്കാരുള്ളത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ മധ്യഭാഗത്തുണ്ട്, ആ ഡാൽ തടാകത്തിനോട് ചേർന്ന് വലതുവശത്തായിട്ട് ഒരു ബെബ്കോയുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ എന്തിനാ ബെബ്കോയുടെ ഔട്ട്ലെറ്റ്? മുസ്ലിങ്ങൾ മദ്യപിക്കത്തില്ല, അപ്പോൾ അവിടെ ഇത് വിൽക്കുന്നില്ലേ? അവിടുത്തെ കാശ്മീർ ഗവൺമെന്റ് ആയിട്ട് നടത്തുന്നതാണ്, ജമ്മു കാശ്മീരായിട്ട് നടത്തുന്നതാണ്. ബെബ്കോ ആ ടൗണിൽ തന്നെ നിൽപ്പുണ്ട്. സംശയമുണ്ട്, ഡാൽ തടാകത്തിന്റെ സൈഡിൽ നിൽക്കുന്നു. അതിൽ കൂടെയാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പൊ അത് അവിടെ ബെബ്കോ മദ്യം എന്തിനാണ് അവിടെ മദ്യം കേന്ദ്രം നേരിട്ട് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് വളരെ കൂടുതൽ പെർസെന്റേജ് ഉള്ള, പക്ഷെ ഒരു കാര്യം തിരക്കുമ്പോൾ അവിടുത്തെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം പേര് മദ്യപിക്കാറില്ല. പക്ഷെ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും സിഗരറ്റ് ഇരിപ്പുണ്ട്. ഞാൻ നേരിട്ട് കണ്ടതാണ്. മദ്യപാനികൾ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഈ മദ്യശാലകൾ ഉള്ളത് കൊണ്ട് മദ്യപാനികളാകണമെന്നില്ല. അവിടെ ആ ബെബ്കോ തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് കച്ചവടം, വല്ലപ്പോഴും ആരെങ്കിലും ഇതുപോലെ ടൂറിസ്റ്റുകൾ ചെല്ലുന്നത് 1-2 എണ്ണം വാങ്ങിക്കും. പിന്നെ ഇവിടെ അതിനിടയ്ക്കൂടെ ലക്ഷദ്വീപിന്റെ കാര്യം പറഞ്ഞു. ലക്ഷദ്വീപിന് ടൂറിസത്തിന്റെ മറവിൽ മുസ്ലിം മാത്രമുള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾക്കും തീർച്ചയായിട്ടും മതപരമായ എല്ലാ അഭിപ്രായങ്ങളും നമ്മുടെ ഭാരതത്തിലുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്, എല്ലാം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നു. പക്ഷെ അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് വിഘാതം നിന്നുകൊണ്ട് അവിടുത്തെ ബീഫ് ഉപയോഗം, മറ്റു കാര്യങ്ങൾ, അവിടെ ടൂറിസത്തിന്റെ പേരിൽ ബാർ ഹോട്ടലുകൾ കൊണ്ടുവരിക, ഇങ്ങനെ ചില കാര്യങ്ങൾ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ നടത്താനായിട്ട് കേന്ദ്രവുമായിട്ട് ചേർന്ന് നടത്താൻ തീരുമാനിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തമിഴ്നാട്ടിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുമായിട്ട് പ്രക്ഷോഭം ഉണ്ടായി. അത് കണ്ണൂർ കേന്ദ്രീകരിച്ചാണ്. അത് കാര്യം കണ്ണൂരുള്ള ഒരു രാജവംശവുമായി ബന്ധപ്പെട്ടാണ് ലക്ഷദ്വീപിന് ചരിത്രം എന്ന് പറയുന്നത്. അതൊരു മുസ്ലിം രാജവംശമായിരുന്നു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് മാറി നാളെ BJP ഗവൺമെന്റ് ഇവിടെ വരട്ടെ. ഇവിടെ പല സംസ്ഥാനങ്ങളും BJP, ഇപ്പോൾ ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP ഗവൺമെന്റ് ആണല്ലോ. അവിടെയൊക്കെ എന്താ ലഹരി മാഫിയകളില്ലേ? ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥം നമുക്കറിയാലോ, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലെ നിലവിലെ സാഹചര്യം, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ രംഗത്തുള്ളവർ പോലും ഇതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടിലേക്ക്, നമ്മളിപ്പോൾ കശ്മീരും ലക്ഷദ്വീപിലേക്കും ഒന്നും പോയില്ലെങ്കിൽ പോലും നമുക്കറിയാം ആലപ്പുഴയിൽ ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായത് ഏത് രാഷ്ട്രീയ നേതാവായിരുന്നു എന്നതടക്കമുള്ള തുടരന്വേഷണങ്ങളൊക്കെ ഏത് രീതിയിലായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ സാമൂഹിക പശ്ചാത്തലം എന്തുകൊണ്ട് മാറുന്നു? അതിന് അതിന് ഇത്തരത്തിലുള്ള എല്ലാ ഒത്താശയും ചെയ്തു നൽകുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെയല്ലേ എന്നുള്ളതാണ്. അവരുടെ ആ ഒരു പിൻബലത്തിലല്ലേ ഇത്തരത്തിൽ ഈ ഗുണ്ടായിസവും ലഹരി മാഫിയയും ഒക്കെ ഇങ്ങനെ തഴച്ചു വളരുന്നത്. എന്തിനാ? നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ വലിയ രീതിയിലുള്ളൊരു പരാമർശം ഈ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു. മദ്യവും ലഹരിയും വലിയ രീതിയിലാണ് ഈ സിനിമാ മേഖലയെ കീഴടക്കുന്നത് എന്നുള്ളത്. പക്ഷേ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ അതിന് മുന്നോട്ട് പോയോ? ആ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തി എന്ന് മാത്രമല്ല, ഇതിന്മേൽ യാതൊരു അന്വേഷണവും പോലും നടത്തിയതുമില്ല. അതാണ് ചോദിച്ചത്. ഈ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള മറുചോദ്യം. അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ സംസ്ഥാന ഗവൺമെന്റ് 2 വനിതാ IPS ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് അന്വേഷണം നടക്കുന്നത്. DIG റാങ്കിലുള്ള, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഞാൻ തുടക്കത്തിലെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ ലഹരി മാഫിയ വളരെ കൂടുതൽ പിടിമുറുക്കിയിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം കണ്ണി മാത്രമാണ് കേരളം. അല്ല, കേരളത്തിൽ ഈ ലഹരി പദാർത്ഥം ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഈ ഏതെങ്കിലും MDMA ഉൾപ്പെടെയുള്ള കഞ്ചാവായാലും ഇങ്ങനെയുള്ള ഹെറോയിനാണ് കഞ്ചാവിൽ ഉത്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ലഹരി. ഇതൊന്നും കേരളത്തിൽ ഇന്ന് വരെ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല. കഞ്ചാവ് ചെടികൾ കൃഷി ചെയ്യുന്നുണ്ട്. MDMA എന്നൊക്കെ പറയുന്ന അന്തർദേശീയ നിലവാരത്തിൽ നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയയക്കുന്നതാണ്. കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒന്നും ഇങ്ങനെയുള്ള ഫാക്ടറികളെ കണ്ടെത്തിയിട്ടില്ല. വളരെ രഹസ്യമായിട്ട് വലിയ ലബോറട്ടറി, കൊച്ചു ലബോറട്ടറി നിർമ്മിക്കാൻ പറ്റില്ല. ആ വലിയ ലബോറട്ടറികളിൽ ഇങ്ങനെയുള്ള നല്ല സയന്റിസ്റ്റുകൾ, നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള സയന്റിസ്റ്റുകൾക്കാണ് അത് മെത്തിലീൻ ഡയമീൻ എന്ന പദാർത്ഥത്തിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. വളരെ നല്ല രീതിയിൽ, വളരെ നല്ല അങ്ങേയറ്റം
ടെക്നോളജി ഉള്ള വളരെ വലിയ ലാബുകളിൽ നിർമ്മിച്ചു വിടുന്ന അന്തർദേശീയ നിലവാരത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ് MDMA. അതുപോലെ ഹെറോയിൻ ഉണ്ടാക്കുന്നത് അത് ഒരു കോമ്പൗണ്ട് ആൽക്കലോയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ ഹെറോയിൻ എന്ന് പറയുന്നത്. ഇതൊക്കെ വലിയ വലിയ ലാബുകളിലാണ് ഉണ്ടാക്കുന്നത്. കേരളത്തിലൊന്നും ഇത് ഉണ്ടാക്കുന്നതായിട്ട് ഇന്ന് വരെ കേന്ദ്രം പോലും ഇങ്ങനെ ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗമുണ്ട്. കേരളത്തിൽ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഉൽപാദനം കേരളം കേന്ദ്രീകരിച്ച് നടക്കുന്നുവെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് അത്രയും രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. ഇതൊക്കെ വൻകിട തലത്തിൽ അന്തർദേശീയ തലത്തിൽ വലിയ വലിയ കോടീശ്വരന്മാർ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ളവര് ഉണ്ടാക്കി ഇത് ഇന്ത്യയിലേക്ക് വിടുന്നതാണ്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും വിറ്റഴിയുന്നു. എല്ലാ സംസ്ഥാനങ്ങളും ശക്തമായ നടപടി എടുക്കണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലും സംസ്ഥാന ഗവൺമെന്റ് ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം. ആ പ്രതികളെ ശിക്ഷിക്കുക തന്നെ വേണം. അതിനകത്തൊക്കെ കറക്റ്റാണ്. പക്ഷെ ഇവിടെ ശിക്ഷിക്കാത്ത കാര്യം പറഞ്ഞു. ഞാനും ഒരു അഭിഭാഷകനാണ്. കോടതിയിൽ വരുമ്പോൾ കോടതി നടപ്പിലാക്കുന്ന നിയമമാണ്. പലപ്പോഴും കോടതിയിൽ വരുമ്പോൾ അവിടെ പല രീതിയിലുള്ള എവിഡൻസുകൾ, ശാസ്ത്രീയമായ എവിഡൻസുകൾ വേണം, ഓറൽ എവിഡൻസ് വേണം, സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് വേണം. ഈ എവിഡൻസുകളെല്ലാം കൂടെ നിരന്ന് വന്ന് പരിപൂർണമായിട്ട് കോടതിക്ക് തെളിഞ്ഞെങ്കിൽ മാത്രമേ പ്രതിയെ ശിക്ഷിക്കാൻ പറ്റൂ. അപ്പൊ അതാണ് നമ്മുടെ ഒരു നിയമവ്യവസ്ഥയ്ക്കുള്ളൊരു വലിയ പോരായ്മയാണ്. ഏതൊരു കേസിനകത്തായാലും പലപ്പോഴും കൃത്യം കണ്ട പ്രതികളോ സാക്ഷികളോ അങ്ങനെ മറ്റൊരു പലരുടെ അഭാവം കൊണ്ട് കോടതിക്ക് പലപ്പോഴും പ്രതികളെ വെറുതെ വിടേണ്ടി വന്നു. അത് കോടതിയുടെ കുഴപ്പമല്ല, നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള അഭാവത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഗൾഫ് രാജ്യങ്ങളിലേക്ക് അന്നേരം പിടിച്ചൊരിക്കൽ ഈ അടുത്ത സമയത്ത് റിപ്പോർട്ട് ചെയ്യാണ് സൗദി അറേബ്യയിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ 12 മണിക്ക് ഒരുത്തൻ ബലാത്സംഗം ചെയ്തു. 3 മണിക്ക് പരസ്യമായിട്ട് അവരെ വെടിവെച്ച് കൊല്ലുന്നു. ആ 3-4 മണിക്കൂർ കൊണ്ട് അവര് അതിന്റെ കുറ്റവിചാരണ നടത്തി വിധിയും പറഞ്ഞു. 3 മണിക്ക് ടൗണിൽ കൊണ്ടുവന്ന് വെടിവെച്ചാൽ കൊല്ലുകയാണ്. അപ്പൊ ആ ഒരു നിയമസമിതി അല്ല നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലുള്ളത്. അത് ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു നിയമസമിതിയാണ്. ഇവിടെ വർഷങ്ങളോട് എടുക്കുന്ന ഒരു കുറ്റം നമുക്ക് കോടതിയിൽ വന്ന് അതിന്റെ ട്രയൽ നടത്തി പ്രതിയെ ശിക്ഷിക്കുന്നതിനോ വെറുതെ വിടുന്നതിനൊക്കെ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ പരമ്പരാഗതമായി വരുന്ന നമ്മുടെ ഒരു ദേശീയ തലത്തിലുള്ള ഒരു വ്യവസ്ഥിതി അതിന്റെ പിന്തുടർച്ചയായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പോകുന്നു. അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതാണോ തിരുത്തേണ്ടതെന്നല്ല എന്റെ അഭിപ്രായം. ഇത് പരിഹരിക്കപ്പെടണം നമ്മുടെ ചെറുപ്പക്കാരിലല്ല, മൊത്തത്തിലുള്ള മദ്യത്തിന്റെ ലഹരി, മദ്യത്തിന്റെ ഉപയോഗം, മദ്യത്തിന്റെ ലഭ്യത, ലഹരി പദാർത്ഥങ്ങളുടെ ലഭ്യത ഇതെല്ലാം കുറയ്ക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷേ ദൈനംദിനം ഇത് കൂടിക്കൂടി വരികയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനനുസരിച്ച് ക്രൈമിന്റെ അളവും കൂടിക്കൂടി വരുന്നു. അത് നമ്മൾ നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അതാര് നിയന്ത്രിക്കുമെന്നുള്ളതാണ്. റിട്ടയർഡ് SP ശ്രീ KM ആന്റണി കൂടി ചേരുന്നുണ്ട്. ശ്രീ ആന്റണി, വെഞ്ഞാറമൂട് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ ചർച്ച പുരോഗമിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ പ്രതി ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള ശാസ്ത്രീയ പരിശോധനയൊക്കെ പോലീസ് നടത്തുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു അവസാനം നടന്ന ഈ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെയും നടന്നിട്ടുള്ള പല കൊലപാതകങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ആണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മുടെ യുവത്വം ലഹരിക്ക് വലിയ രീതിയിൽ അടിമപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് സമൂഹത്തിൽ പല വിപത്തുകളും ഉണ്ടാകുന്നത്. സംസ്ഥാനത്തിൽ ഇത്രയധികം ലഹരി ഉപയോഗം എന്തുകൊണ്ട് കൂടുന്നു? സർക്കാർ എവിടെയൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത്? അല്ലെങ്കിൽ സർക്കാരിന് എവിടെയെങ്കിലുമൊക്കെ പാളിച്ച പറ്റുന്നുണ്ടോ? ഇത്തരത്തിൽ ഈ യുവാക്കൾ ഇങ്ങനെ ലഹരിക്ക് അടിമയാകുന്നതിൽ ആരാണ് ഇതിന് പ്രധാനമായും ഉത്തരവാദി എന്നുള്ളതൊക്കെയാണ് താങ്കളുടെ അഭിപ്രായത്തിൽ? രോഹിണി, ഈ വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് കടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് വളരെ ഉചിതമാണ്. കാരണം ഈ പ്രതി അഫാൻ എന്ന് പറയുന്ന പ്രതി മയക്കുമരുന്നിന് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലമുള്ള ആണ് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ തന്നെ സ്വയം പോലീസിനോട് പറഞ്ഞു 2 മാസമായി ഞാൻ മദ്യം ഉപയോഗിക്കുന്നുവെന്ന്. മദ്യം ഉപയോഗിക്കുന്നു അതോ മയക്കുമരുന്നാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ മദ്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആണെങ്കിൽ, അതിൻ്റെ ശീലമുണ്ടെങ്കിൽ ക്രിമിനൽ വാസന, അക്രമവാസന ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ചർച്ചയ്ക്ക് വച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് മയക്കുമരുന്നിൻ്റെ വ്യാപകമായ വ്യാപനം എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കാരണം കൊണ്ടാണ് അത് കേരളത്തിൽ വ്യാപിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. അത് അന്താരാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ട് താനും. അതേസമയം തന്നെ സോഷ്യൽ ആയിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് ചിലപ്പം സാമൂഹികമല്ല സാംസ്കാരികമെന്ന് പറയുന്ന സിനിമ പോലെയുള്ള ആ മേഖലകളിൽ ഈ മദ്യത്തിന്, അതുപോലെ തന്നെ മദ്യത്തിൻ്റെ മാറ്റി നിർത്താം. കാരണം മദ്യമെന്ന് പറയുന്നത് ലൈസൻസ്ഡ് ആയിട്ട് സർക്കാർ നടത്തുന്നത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നടത്തുന്ന നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ലഹരിയുടെ ഇടപാടാണ്. അതല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ ഒരു കണക്കിലോ ഒരു അനുവാദത്തിലോ ഒന്നിലും പെടാതെ
നയ പൈസ പോലും സർക്കാരിന് ടാക്സ് പോലും കിട്ടാതെ വ്യാജമായിട്ട് ഒളിവിൽ നിന്നുകൊണ്ട് കച്ചവടം നടത്തുകയാണ്. അത് ഏത് കാലഘട്ടം അല്ലെങ്കിൽ എന്നാണ് വന്നതെന്നുള്ളതല്ല പ്രസക്തം. പക്ഷേ ഇവിടെ മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മദ്യം തേടി എത്താൻ പറ്റാത്ത ഒരവസ്ഥ വന്ന സമയങ്ങളിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മയക്കുമരുന്ന് ആദ്യം വരുന്നത്. പലപ്പോഴും അത് കഞ്ചാവ് എന്നുള്ള പേരിലാണ് ഇതിന്റെ ആദ്യഘട്ടത്തിലുള്ള വരവ്. അതിനുശേഷം കഞ്ചാവ് വ്യാപകമായി പിടികൂടാൻ തുടങ്ങി പോലീസും എക്സൈസും. അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന തൊഴിലാളികൾ, അവർ മുഖാന്തരം വരുന്നു, അവർ ആ രീതിയിലുള്ള ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഘടകത്തിൽ വന്ന് കേരളത്തിൻ്റെ ഈ മദ്യവുമായോ ലഹരിയുമായോ ബന്ധപ്പെട്ട ആ രീതിക്ക് തന്നെ മാറ്റം വന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിനുശേഷം കഞ്ചാവ് മാറ്റി നിർത്തിക്കൊണ്ട്, കഞ്ചാവ് ഇപ്പം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, കഞ്ചാവിനെ ഒഴിവാക്കിക്കൊണ്ട് രാസലഹരിയുടെ പിന്നാലെയാണ് ഇപ്പോൾ പോകുന്നത്. വളരെ മാരകമായിട്ടുള്ള ആ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ ഇന്ന് കൂടുതലാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സിനിമകളിൽ ഈ പറയുന്ന 2.25 മണിക്കൂറോ 2.5 മണിക്കൂറോ ഉള്ള ഒരു സിനിമയിൽ ഏകദേശം അതിൻ്റെ ഒരു 1.25 മണിക്കൂറും അടിഭാഗത്ത് എഴുതി മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എഴുതി കാണിക്കുന്ന സിനിമകളുടെ എണ്ണം വർദ്ധിച്ചു. അത്തരം സിനിമകൾക്ക് മാത്രമേ ഇന്നിപ്പം പ്രേക്ഷകരുള്ളൂ. അല്ലാതെ കുടുംബ ചിത്രമോ അതല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾക്കോ ആളില്ല. അപ്പം അതുപോലെ തന്നെ DJ പാർട്ടികൾ ഹോട്ടലുകളിൽ, വൻകിട ഹോട്ടലുകളിൽ നടക്കുന്നത് നമുക്കറിയാം. DJ പാർട്ടി കഴിഞ്ഞ് എറണാകുളത്ത് കൊച്ചിയിൽ ഒരിക്കൽ മോഡലുകൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയൊക്കെ ചെയ്തത്. അപ്പം ഇത് ഒരു സംഭവമല്ല. ഇതിനു മുമ്പ് നടന്ന ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് മയക്കുമരുന്ന് ഇവിടെ കാരണമായി വന്നിട്ടുണ്ട്. ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസ് ഉണ്ട്. സെൻട്രൽ എക്സൈസ്, സെൻട്രൽ റവന്യൂ, ഈ വിഭാഗങ്ങളൊക്കെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള അല്ലെ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസി കൂടിയുണ്ട്. പക്ഷെ അവരെ ആരും ഞാൻ മോശപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അല്ല അതിൽ പറയുന്നത്. പക്ഷേ ഇവരെല്ലാം കൂടി ചേർന്നിട്ട് പോലീസിന്റെയും എക്സൈസിന്റെയും സെൻട്രൽ ഏജൻസിയുടെയും എല്ലാം കൂടെ ചേർന്ന് കോൺഫറൻസുകൾ നടത്തുന്നുണ്ട് പീരിയോഡിക്കലായിട്ട്. എന്നിട്ട് ഇതിനെ അടിച്ചമർത്താനുള്ള മാർഗങ്ങളെ പറ്റി ആലോചിക്കുകയും അതിന് നടപടി സ്വീകരിക്കാറുമുണ്ട്. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിയമത്തെ സംബന്ധിച്ച് പറഞ്ഞു, 1 കിലോ കഞ്ചാവ് കൈവശം വെക്കുന്നത്, അതായത് സ്മോൾ ക്വാണ്ടിറ്റി, ചെറിയ തൂക്കത്തിലുള്ളതാണ് എന്നുള്ള രീതിയിൽ അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ വളരെ ലഘുവായിട്ടുള്ള ശിക്ഷയോ അല്ലെങ്കിൽ അവർക്ക് ജാമ്യ വ്യവസ്ഥയിൽ വളരെ ഉദാരമായിട്ടുള്ള രീതികളുമാണ്. അതായത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 കിലോയിൽ കൂടുതലാണ്. 20 കിലോയിൽ കൂടിയ കഞ്ചാവ് പിടിക്കുക എന്ന് പറഞ്ഞത് അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് 20 കിലോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരാൾക്ക് ചെറിയ ചെറിയ പാക്കറ്റുകളായി 100 ഗ്രാമിൻ്റെയോ 200 ഗ്രാമിൻ്റെയോ ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും കോടതിയിലോ റിമാൻഡിലോ പോകേണ്ട കാര്യം വരുന്നില്ല. അയാളെ ശിക്ഷിക്കുന്നതും വളരെ ചുരുക്കമായിട്ടായിരിക്കും. അപ്പം നിയമത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇതിന് പഴുതുകൾ അടച്ചുള്ള നിയമം ആവശ്യമുണ്ട്. അതേസമയം തന്നെ കൃത്യമായ നിയമങ്ങൾ നടപ്പിലാക്കിയാലും ഇത് നടക്കും. ഇത് ഒരു പോലീസിന്റെയോ എക്സൈസിന്റെയോ മാത്രം ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ല. ഈ സമൂഹം തന്നെ ഉണർന്ന് പ്രവർത്തിക്കണം. അതിനുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നു വരണം. നമ്മളുടെ ഈ യുവത്വം, പ്രത്യേകിച്ചും ഒരു 30 വയസ്സിന് താഴെയുള്ള യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, ഇന്നിപ്പം മയക്കുമരുന്നിന് അടിമകൾ തന്നെയാണ്. അല്ലെങ്കിൽ അതിലൊരു നല്ലൊരു ശതമാനവും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അതിന്റെ വ്യാപ്തി കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, തീർച്ചയായും ഈ പഴുതടച്ചുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഇനിയും വരേണ്ടത്. ഡോക്ടർ ജിഷ്ണു, താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു കൊലപാതകമോ അക്രമമോ നടക്കുമ്പോൾ ഒരാളുടെ വ്യക്തി സ്വഭാവത്തിലുപരി ഇത്തരത്തിലുള്ള ഈ ലഹരി വസ്തുക്കളുടെ സ്വാധീനമൊക്കെ എത്രത്തോളമാണ് ചെലുത്തുന്നത് എന്നുള്ളത് ഈ വിഷയത്തിൽ. പക്ഷേ ഇപ്പോൾ നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തെ പരിപൂർണമായും കുറ്റം പറയാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും സിനിമകളടക്കം വലിയ രീതിയിലുള്ള പ്രചാരണം ഇതിന് നൽകുന്നില്ലേ? കാരണം ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഒരുതരം ഹീറോയിസമാണ് എന്നുള്ളത് ചെറുപ്പക്കാർക്കിടയിൽ കൊണ്ടുവരുന്ന ഒരു പ്രവണത, അതൊരു പക്ഷേ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ഈ മനോനിലയിലോട്ടൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുകയും പിന്നീട് ഇത് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലോട്ടുമൊക്കെ എത്തുകയില്ലേ? കാരണം ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അഫ്ഫാൻ 88 വയസ്സുള്ള മുത്തശ്ശിയെയും വെറും 13 വയസ്സുള്ള കുഞ്ഞനുജനെയുമാണ് ഇത്രയും ക്രൂരമായി കൊല ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാനസിക വ്യാപാരത്തിലേക്ക് എത്തണമെങ്കിൽ
എന്തുമാത്രം സ്വാധീനം ഒരുപക്ഷെ അയാളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിലുപരി ഇപ്പോൾ ലഹരിക്ക് അടിമയാണെങ്കിൽ പോലും അത് സ്വാധീനിച്ചിരിക്കാം. ഇത് എല്ലാം കൂടി എങ്ങനെയാണ് ഒരു വ്യക്തിയിലേക്ക് ഇത്ര ക്രൂരമായ രീതിയിലേക്ക് കോർത്തിണങ്ങുന്നത്? അത് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോ നമ്മളിവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഒരു ക്രിമിനൽ ഉരുത്തിരിഞ്ഞു എന്നല്ലേ. അപ്പൊ അവിടെ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിത്വം എങ്ങനെ രൂപപ്പെടുന്നു എന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കണ്ടിട്ടുള്ള മീഡിയ എക്സ്പോഷർ, അതാണല്ലോ ഇപ്പോഴത്തെ പോയിന്റ്. മീഡിയ എക്സ്പോഷർ തീർച്ചയായിട്ടും ഒരു ഘടകം തന്നെയാണ്. അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെ ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ മലയാളത്തിൽ ഈ അടുത്തിറങ്ങിയ ഒരു ചലച്ചിത്രം വലിയ വിജയം നേടുന്നത് ഞാനും സന്തോഷത്തോടെ തന്നെ കണ്ടൊരു വ്യക്തിയാണ്. പക്ഷേ അത് കണ്ടിറങ്ങിയ പല ആൾക്കാരും പറയുന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. നല്ല വയലൻസ്, ഇതുപോലെയുള്ള ഒരു വയലൻസ് കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ നല്ല വയലൻസ് എന്നുള്ളത് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നല്ല വയലൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ഘടകം. ഇത് ഒരുപക്ഷെ ചലച്ചിത്ര പ്രവർത്തകർ പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ സിനിമയാണോ ഇതിനൊക്കെ കാരണം, എന്തുണ്ടെങ്കിലും അത് സിനിമയുടെ തലയിൽ കെട്ടിവെക്കാമോ? ശരിയായിരിക്കാം. നിങ്ങളെയും എന്നെയും പോലെയുള്ള പ്രായപൂർത്തിയായിട്ടുള്ള പക്വത ആർജിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഒരുപക്ഷെ അത് സ്വാധീനിക്കുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ മുന്നിൽ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. ശരി എന്ത് തെറ്റെന്ത് എന്ന് കാണിക്കുക. സിനിമകളിൽ ലഹരി ഉപയോഗം കാണിക്കാൻ പാടില്ല എന്നല്ല, ഗ്ലോറിഫിക്കേഷൻ, അതാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോ നായകൻ മെത്താംഫിറ്റാമിൻ പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു, അവിടെ വളരെ ഭംഗിയായിട്ടുള്ള ക്യാമറ ഷോട്ടുകൾ, BGM ഇതൊക്കെ വെക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു 13 വയസ്സുകാരന്റെ മുന്നിൽ, ഒരു 10 വയസ്സുകാരന്റെ മുന്നിൽ ഇതാണ് ലോകം, ഇതാണ് ശരി എന്നുള്ള ഒരു ചിത്രം പകരാൻ സഹായിക്കും. രണ്ടാമത്തെ മറ്റൊരു ഘടകം ഞാൻ നേരത്തെ കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം, പറഞ്ഞോളൂ. നേരത്തെ പറഞ്ഞ പോയിന്റുകൾ 1-2 ഫാക്ച്വൽ കറക്ഷൻസ് മാത്രം നടത്തിക്കൊള്ളട്ടെ. നേരത്തെ ബൽദേവ് സാർ സൂചിപ്പിച്ചത് ഹെറോയിൻ തീർച്ചയായിട്ടും അതിമാരകം തന്നെയാണ്. അത് കറുപ്പിന്റെ വിഭാഗത്തിൽപ്പെടുന്ന, ഓപ്പിയോയിഡ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മരുന്നാണ്. സാർ ഉദ്ദേശിച്ച ഒരുപക്ഷെ ഹാഷിഷ് ആയിരിക്കും, ഹാഷ് ഓയിൽ. നമുക്കറിയാം, ഞാനിപ്പോ എന്റെ ഒരു 5 വർഷത്തെ MD അനന്തരം 5 വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ ലഹരിക്കടിമയായിട്ടുള്ള വ്യക്തി 8ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയാണ്. പക്ഷേ 67 വയസ്സുള്ള ഇത്തരത്തിലുള്ള രാസലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയെയും കണ്ടിട്ടുണ്ട്. അപ്പൊ അവൈലബിലിറ്റി എന്ന് പറയുന്ന വലിയ ഘടകം തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ അവൈലബിലിറ്റി ഇത്ര പെരുകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നിയമവ്യവസ്ഥയെക്കുറിച്ച് ചെറിയൊരു പരാതി എനിക്കുണ്ട്. കാരണം എന്തെന്നാൽ ഞങ്ങൾക്ക് കോളേജിൽ പഠിക്കുമ്പോൾ പറയാം, നമുക്ക് ഈ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടാവുമായിരുന്നു. അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ പാവപ്പെട്ടവർ കുടുങ്ങും. പക്ഷേ ഈ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ചിലന്തി വല പോലെയാണ്. ചെറുപ്രാണികൾ അതിൽ കുടുങ്ങും, വലിയവ അത് തകർത്തു പോകും എന്ന് തമാശയായി പറയാറുണ്ട്. ഏതോ പ്രമുഖ വ്യക്തി പറഞ്ഞാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴായിട്ട് കാണാം, നമ്മുടെ പത്രമാധ്യമങ്ങളിലെല്ലാം 15-20 വയസ്സുള്ള അല്ലെങ്കിൽ 20-25 വയസ്സുള്ള പാവപ്പെട്ട കുട്ടികൾ, ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല, കഞ്ചാവുമായി പിടിയിൽ എന്ന് പറഞ്ഞിട്ട്. ഇത് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലാണ്, ചെറുപ്രാണികളാണ്. അപ്പൊ ചെറുപ്രാണികൾ കുടുങ്ങുന്നുണ്ട്. അതിന്റെ മുകളിലേക്ക് ട്രേസിങ് ദ ലാഡർ, മുകളിലേക്ക് പോയി, അല്ലെങ്കിൽ ഹോൾസെയിൽ കഞ്ചാവിന്റെ ഉൽപാദനത്തെ, ഏക്കർ കണക്കുള്ള തോട്ടങ്ങളെ, ആ തോട്ടം പരിപാലിക്കുന്നവരെ, അതിൽ നിന്ന് കൊള്ള ലാഭം ഉണ്ടാക്കുന്നവരെ, അവരെ പിടിച്ച് പബ്ലിക്കിന് മുന്നിൽ നിർത്തി ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങ് പോലും ഇന്നേ വരെ ഒരു മാധ്യമത്തിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോ അതാണ് നിയമവ്യവസ്ഥയെക്കുറിച്ച് എനിക്ക് ചെറിയ പരാതി പറയാനുള്ളത്. മറ്റൊരു കാര്യം, മദ്യത്തെക്കുറിച്ചാണ് നേരത്തെ പരാമർശം ഉണ്ടായത്. അപ്പൊ മദ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അഡിക്ഷന്റെ കാര്യത്തിൽ അയൺ ലോ, ഞാൻ പെട്ടെന്ന് നിർത്താം. അഡിക്ഷന്റെ കാര്യത്തിൽ അയൺ ലോ ഓഫ് അഡിക്ഷൻ എന്നൊരു സങ്കല്പമുണ്ട്. ലോകത്ത് എവിടെയെല്ലാം പല്ലും നഖവും ഉപയോഗിച്ച് ലഹരിക്കെതിരെ പോരാട്ടം നടത്തിയിട്ടുണ്ട്, അവിടെയൊക്കെ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. റിച്ചാർഡ് നിക്സൺ ആണ് വാർ ഓൺ ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. 60 വർഷങ്ങൾക്ക് ഇപ്പുറം അമേരിക്ക തന്നെ പുനഃപരിശോധന നടത്തി. ഈ വാർ ഓൺ ഡ്രഗ്സ് എന്ന് പറഞ്ഞ് അടിച്ചമർത്തൽ, അതായത് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതിന് അടിമപ്പെട്ടു പോകുന്ന യുവത്വത്തെ അടിച്ചമർത്തി അവരെ പിടിച്ച് ജയിലിലിട്ടത് കൊണ്ട് ഒന്നും നാം നേടിയിട്ടില്ല 60 വർഷമായിട്ട്. അപ്പൊ ഗ്രാസ് റൂട്ട് ലെവലിലല്ല കാര്യങ്ങൾ ഇതാക്കേണ്ടത്. ട്രേസിംഗ് ദ ലാഡർ ഇസ് ഇമ്പോർട്ടന്റ്. മറ്റൊരു കാര്യം, ഇനി മദ്യത്തിന്റെ മാത്രം കേവലമായിട്ടുള്ള പ്രശ്നമാണോ ഇതെന്ന് ചോദിച്ചാൽ അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോ വിദേശത്തൊക്കെ ചെന്നാലും അവിടെ ചിലപ്പോൾ ഉപചാരപൂർവ്വം മദ്യം എടുത്തു തരുന്ന കാണാം. നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോയിട്ട് നമുക്കിപ്പോ ഒരു ലൈം ജ്യൂസ് തരുന്ന പോലെ, വെൽക്കം ഡ്രിങ്ക് തരുന്ന പോലെ മദ്യം, അല്ലെങ്കിൽ വർക്കലയിൽ പോയാൽ ചിലപ്പോൾ അവിടെ വിദേശികളൊക്കെ വന്നിരുന്ന് 2-3 മണിക്കൂർ കൊണ്ട് ഒരു കുപ്പി ബിയർ കഴിക്കുന്നത് കാണാം. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഈ അനുവദനീയമായിട്ടുള്ള ലഹരി തന്നെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആൾക്കാർക്ക് ധാരണയില്ല. അതൊരു വാസ്തവമാണ്. കാരണം നമ്മുടെ ടിപ്പിക്കൽ കോൺസെപ്റ്റ് ഈസ് ലൈക്ക് എടുത്ത് അടിക്കുക. നമ്മുടെ ചലച്ചിത്രങ്ങളൊക്കെ അങ്ങനെയല്ലേ കാണുന്നത്, വീണ്ടും വീണ്ടും എടുത്തു കുടിക്കുക. അപ്പോ നിയന്ത്രിതമായിട്ടുള്ള അളവിൽ പെർമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തൊരു അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പൊ അവിടെ വലിയ വലിയ ലഹരികൾക്ക് കൂടുതലായിട്ടും
അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാവും. മറ്റൊരു ഫാക്ച്വൽ എറർ കൂടി മാത്രം സൂചിപ്പിക്കട്ടെ. ഈ MDMA നമുക്കിപ്പോ ഇതിനെല്ലാം ഒരു കോമൺ ജനറിക് ടേം ആയിട്ട് MDMA വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു തരത്തിലും മുൻകൂറായി പറഞ്ഞോട്ടെ, ഒരു തരത്തിലും ന്യായീകരിക്കുകയല്ല. സ്ട്രിക്ട്ലി ആസ് എ മെഡിക്കൽ പേഴ്സൺ സംസാരിക്കുകയാണ്. MDMA എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ആ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന MDMA പിടികൂടി എന്ന് പറയുന്നതിൽ അധികവും മെത്താംഫിറ്റാമിൻ ആണ്. ഇത് രണ്ടും തമ്മിൽ ആടും ആടലോടവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. MDMA അഡിക്ഷൻ ഉണ്ടാക്കുന്നതായിട്ട് പഠനങ്ങൾ എവിടെയും തന്നെ കാര്യമായിട്ട് സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ MDMA എന്നും പറയുന്ന നമ്മുടെ നാട്ടിൽ പിടിച്ചെടുക്കുന്നതിൽ മിക്കവാറും സാധനങ്ങൾ തീർച്ചയായിട്ടും മെത്താംഫിറ്റാമിൻ ആയിരിക്കും. ഈ മെത്താംഫിറ്റാമിൻ ഏറ്റവും പ്രശ്നകരം എന്ന് പറയുമ്പോൾ വ്യക്തിക്ക് പ്രശ്നമുണ്ടാക്കുന്ന, സമൂഹത്തിന് പ്രശ്നമുണ്ടാക്കുന്ന, മാനസികാരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്നത് ലിസ്റ്റിൽ ടോപ്പ് 4-ൽ നിൽക്കുന്നതാണ്, 4-മത്തേതാണ്. ഇതിനെപ്പറ്റി വലിയ പഠനം തന്നെ ലോക നിലവാരത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ MDMA എന്നുള്ള ഒരു ബ്രാൻഡിങ് മാത്രമല്ല, ഇറ്റ് ഈസ് മെത്താംഫിറ്റാമിൻ മോർ ഓഫൺ, ആൻഡ് അത് പലപ്പോഴായിട്ട് അഡൾട്രേറ്റഡ് ആണ്. നമ്മുടെ ഇവിടെ എന്തുകൊണ്ട് അത്തരത്തിൽ മരണങ്ങൾ നടക്കുന്നില്ല, ഓവർഡോസ് മരണങ്ങൾ നടക്കുന്നില്ല വെച്ചാൽ അഡൾട്രേറ്റഡ് ആയതുകൊണ്ടാണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞത്, നേരത്തെ ഒരു പ്രതിനിധി അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി, നമ്മുടെ DJ പാർട്ടികളൊക്കെ. ശരിയാണ്, പാർട്ടികളല്ല അവിടുത്തെ പ്രശ്നം അല്ലെ. നമ്മുടെ ഇപ്പോൾ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തികളുടേതല്ല, ആ പാർട്ടികളിൽ ഇത്തരക്കാർ നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ്. അതിനെ ട്രേസ് ചെയ്യാൻ നമ്മുടെ നിയമ സംവിധാനം തീർച്ചയായിട്ടും ഉണർന്ന് പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ഈ അയൺ ലോ പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും നിരപരാധികളായിട്ടുള്ള വ്യക്തികൾ വരെ ഇതിനകത്ത് പെടാനുള്ള സാധ്യതയുണ്ട്. ശ്രീ KM ആന്റണി, നേരത്തെ ഡോക്ടർ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ലഭ്യത എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കണ്ടെത്തുന്നതിലാണ് യഥാർത്ഥ നശീകരണം തുടങ്ങുന്നത്. ഈ വലയിലാകുന്നത് പലപ്പോഴും ഏറ്റവും ചെറിയ പ്രാണികൾ എന്ന് വിശേഷിപ്പിക്കുന്ന പാവപ്പെട്ട കുട്ടികളോ അല്ലെങ്കിൽ ഇതിൻ്റെ കാരിയേഴ്സോ ഒക്കെ ആകുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ കണ്ണികളിലേക്ക് എത്താൻ എന്താണ് ഒരു ഭരണകൂടത്തിനെ പിന്നോട്ട് വലിക്കുന്നത്? താങ്കൾ ഒരു റിട്ടയർഡ് SP ആണ്, പോലീസ് ഓഫീസറാണ്. താങ്കൾക്ക് കൃത്യമായി തന്നെ ഇതിനൊരു ഉത്തരം നൽകാൻ കഴിയും. കാരണം ഏതെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലുകളോ സ്വാധീനമോ ഒക്കെ ഈ തെളിവ് നശിപ്പിക്കുന്നതിൽ അടക്കം, അല്ലെങ്കിൽ 1 ഗ്രാമിൽ താഴേക്ക് കോടതിയിൽ എത്തുമ്പോൾ തെളിവായി നൽകുന്നതിലടക്കമുള്ള കാര്യങ്ങളെ സ്വാധീനിക്കാറുണ്ട്. ഇല്ല, ഡോക്ടർ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഈ പിടികൂടുന്നത് 90% അല്ലെ 95% ഈ താഴേക്കിടയിലുള്ള ഇതിൻ്റെ കാരിയേഴ്സ്, അല്ലെങ്കിൽ ഇത് വിൽപ്പന നടത്തുന്ന, അല്ലെങ്കിൽ കൈവശം വെച്ചവർ, അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ്. അതിൻ്റെ സോഴ്സ് തേടി മുന്നോട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് പ്രത്യേകിച്ച് നമ്മൾക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാൻസാക്ഷൻ അല്ല അതിലൂടെ. കാരണം പരസ്പരം പരിചയമുള്ളവർ പോലും ആയിരിക്കില്ല. അത് ചിലപ്പോൾ കണ്ണി മുറിഞ്ഞു പോകും. ചില അന്വേഷണങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ കണ്ണി മുറിഞ്ഞു പോകാറുണ്ട്. അത് ഇപ്പോൾ ശക്തമായ നിലയ്ക്ക് പോലീസും മറ്റും അന്വേഷിക്കുന്നുണ്ട്. ആ കോൾ ഡീറ്റെയിൽസ് എടുത്തും ടവർ ലൊക്കേഷൻ അനുസരിച്ചും, അല്ലെങ്കിൽ ഇതിലെ സസ്പെക്റ്റ് ആയിട്ടുള്ള ആളുകളെയും പല രീതിയിലും പോലീസിൻ്റെ അതായ രീതികളിൽ അവരുടെ ശാസ്ത്രീയമായിട്ടും അല്ലാതെയുമുള്ള രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും തട്ടിലേക്കുള്ള ആളുകളിൽ ചെല്ലാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയ വശമല്ല ഞാനീ പറയുന്നത്, ഇതിനൊരു സാമ്പത്തിക വശമുണ്ട്. ഇത് കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു കാര്യമാണ്. ആ മദ്യത്തിൻ്റെത് പോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഒരു സമാന്തര സാമ്പത്തിക ശക്തിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയം ഇന്നതെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയം ഇന്ന ആളുകളാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സാമ്പത്തികം അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ സാമ്പത്തികമായിട്ടുള്ളതാവുമ്പോൾ അതിൻ്റെതായ സ്വാധീനങ്ങൾ പല ഘടകങ്ങളിലും വന്നെന്നിരിക്കാം എന്നുള്ളതേ അതിൽ സംസാരിക്കാൻ പറ്റൂ. കാരണം ഇത് നിയന്ത്രിക്കാൻ പറ്റണം. അതിനായി സമൂഹം ഒന്നായിട്ട് ഇറങ്ങണം. കാരണം ഇവരെ ആളുകളെ വശീകരിക്കുന്നത്, ഇപ്പം ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ പിടികൂടി മയക്കുമരുന്നുമായിട്ട്. അപ്പോൾ അയാളോട് പോലീസ് ചോദിച്ചപ്പോൾ പറയുന്നത് 15ഓളം ഡോക്ടർമാർ അതിൽ ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സമൂഹത്തിലൊന്ന് മനസ്സിലാക്കണം, സർജറി നടത്തുന്ന ഡോക്ടേഴ്സാണ്. അവർ ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരിയോ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് എങ്കിൽ ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ MDMA എന്നൊക്കെ പറയുന്ന ആ മയക്കുമരുന്ന് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ അതിന് അഡിക്ഷൻ ആകുന്നു എന്നാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതില്ലാതെ നിൽക്കാൻ പറ്റില്ല. ചെറിയ കുട്ടികളെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉറക്കളച്ചിരുന്ന് പഠിക്കുവാനും ഓർമ്മ കിട്ടുവാനും ഒക്കെ എന്നുള്ള രീതിയിലാണ് പ്രചരണം നടത്തുന്നത്. പക്ഷെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകില്ല, അവരതിൻ്റെ കണ്ണിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ചർച്ചകളിൽ പറയുന്നതിനൊക്കെ അപ്പുറത്ത് വ്യാപകമാണ് ഇതിൻ്റെ പിടി. അത് അത്രമാത്രം വ്യാപിച്ചു കഴിഞ്ഞു നമ്മുടെ സമൂഹത്തിൽ. അത് പല ഘടകങ്ങളിലൂടെയാണ് വരുന്നത്, അല്ലെ പല വഴികളിലൂടെയാണ്.
നമുക്കത് കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ശക്തമായ ഒരു ശൃംഖലയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ശ്രീ കെ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സങ്കീർണതയിലേക്ക് പോകുന്നത് അതിന്റെ ഘടകങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് സംവിധാനങ്ങളും ഭരണകൂടത്തിന്റെയും ഒക്കെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇത്രയധികം സങ്കീർണതയിലേക്ക് പോകാതെ തന്നെ പിടികൂടാൻ കഴിയുകയില്ല? താങ്കൾ നേരത്തെ പറഞ്ഞു എവിടെയെങ്കിലും എത്തുമ്പോൾ ഇത് മുറിഞ്ഞു പോകുന്ന ഒരു കണ്ണിയായി അവശേഷിക്കുന്നു എന്നുള്ളത്. അത് മുറിഞ്ഞു പോകുന്നതാണോ അതോ പിന്നീട് തുടർന്ന് അങ്ങോട്ടേക്ക് മുകളിലേക്ക് എത്താൻ തക്കവണ്ണം ഒരു അന്വേഷണം എത്താതിരിക്കാനുള്ള ഒരു സ്വാധീനത്താൽ അത് അവിടെ മുറിയപ്പെടുന്നതാണോ? ഇല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് മുറിക്കുക അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ ചെയ്യുന്ന ആരും ഇടപെട്ടിട്ടല്ല. ഈ പറയുന്ന മാഫിയ അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ആ ഒരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ അതിനെ അദൃശ്യമായി നിന്ന് നിയന്ത്രിക്കാനുള്ള അവർക്ക് അതിനുള്ള ശേഷിയുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ആളിലേക്കോ ഉന്നതങ്ങളിലേക്കുള്ള ഒരു വ്യാപാരിയിലേക്ക്, അതായത് മയക്കുമരുന്ന് വ്യാപാരിയിലേക്ക് എത്തുമ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള ആ രീതിയിലൊന്നും ഇടപെടുന്ന രാഷ്ട്രീയക്കാരൊന്നും ഈ ഒരു പാർട്ടിയുടെയും ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയില്ല. യാദൃച്ഛികമായിട്ട് ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിപരമായ ബന്ധങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും താല്പര്യത്തിൻ്റെയോ പേരിൽ ചിലപ്പോൾ ഇടപെടാം. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ മയക്കുമരുന്നിനെ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല. പക്ഷെ അത് നടപ്പിലാക്കി വരുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പ്രിൻറ്റു മഹാദേവ്, നമുക്കറിയാം ഈ ലഹരി ഉപയോഗത്തിനെതിരെ പല ക്യാമ്പയിനുകളും സംഘടിപ്പിക്കാറുണ്ട്. അത് മാധ്യമങ്ങളടക്കം ജനം TV ഉൾപ്പെടെ മാസങ്ങൾ നീളുന്ന ക്യാമ്പയിനുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ബോധവൽക്കരണത്തിനായി. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ എന്ത് ഇടപെടലാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്? താങ്കളുടെ കാഴ്ചപ്പാട്. അല്ല, ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിരവധി ഈ പദ്ധതികളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ പരിപാടികൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ ചെയിൻ കണ്ണികളെ കൃത്യമായി കണ്ടെത്തി, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് കൃത്യമായി ഇപ്പോ NDPS ആക്ട് 31(a) പ്രകാരം ഈ കേരിയർമാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി കാപ്പ ചുമത്തി ഇവരെ കൃത്യമായിട്ട് ജയിലിനകത്തേക്ക് കൊണ്ടുപോകുന്ന സംവിധാനം കേരളത്തിൽ ഉണ്ടാവണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ കേരിയേഴ്സ് ആയ ആളുകൾക്ക് പലപ്പോഴും പല ഈ നിയമ സംവിധാനത്തിന്റെയും കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് പലപ്പോഴും ഇവർ ഇതിൽ നിന്ന് ഊരിപ്പോരുന്ന പതിവാണുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ വീണ്ടും ഈ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. അപ്പൊ കേരിയർമാരെ കണ്ടെത്താൻ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് നിഷ്പ്രയാസം സാധിക്കും. കേരള പോലീസ് വളരെ മോഡേഴ്സ് ആയിട്ടുള്ള ഒരു സംവിധാനം എന്ന രീതിയിലും കേരളത്തിന്റെ എല്ലാവരും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇത് നമ്മൾ സൂക്ഷ്മമായിട്ട് സർക്കാർ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചാൽ സാധിക്കും. 15 വയസ്സുകാരൻ മുതൽ സ്കൂൾ അധ്യാപകൻ വരെ, ഇപ്പൊ വന്ദനയുടെ അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചു, സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹം. അപ്പൊ അധ്യാപകൻ മോചിതരിലേക്ക് നിന്ന് ഇപ്പൊ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ 14ഓളം MBBS MD വിദ്യാർത്ഥികളാണ് അവിടെ മാസങ്ങളോളം നീളുന്ന ലഹരി ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് അവർ ലഹരിക്ക് അടിമപ്പെട്ടു നിന്നിരുന്നത്. അവർക്കെതിരെ 15 ദിവസം സസ്പെൻഷൻ മാത്രം കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും അവരൊക്കെ ഡോക്ടർമാരേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇതൊരു സംവിധാനത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിന് വേണ്ടത് സമൂഹത്തിന്റെ ജാഗ്രതയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, വ്യക്തി, സമൂഹം, രാഷ്ട്രം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നോക്കുമ്പോൾ ബാലഗോകുലം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, ഞാൻ അതിന്റെ ഭാഗമാക്കായതുകൊണ്ടല്ല, ബാലഗോകുലം പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ന് 10,000 ഗ്രാമങ്ങളെ അവർ ഒരു വർഷത്തെ പരിപാടിയായി ഏറ്റെടുത്തിരിക്കുന്നത് ലഹരി വിമുക്ത ഗ്രാമങ്ങൾ എന്ന് പറയുന്ന പരിപാടിയാണ്. ഇപ്പൊ ABVP കഴിഞ്ഞ 5 വർഷമായിട്ട് ക്യാമ്പസിനകത്ത് ലഹരി വിമുക്ത ക്യാമ്പയിൻ നടന്നുണ്ട്. അതുപോലെ ചെയ്യണമെങ്കിൽ ആ പ്രവർത്തകർക്കുള്ളിൽ വ്യക്തിശുദ്ധി വേണം. അത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് വ്യക്തിശുദ്ധിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, അതുപോലത്തെ സംഘടനകളായിക്കോട്ടെ, അവർക്കത് പറയാൻ ആർജവമുണ്ടെങ്കിൽ അവരാദ്യം ഇത് ഉപേക്ഷിക്കണം. ഇപ്പൊ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ ഇന്നുവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ലഹരി യാതൊരു സിഗരറ്റ് ആയിക്കോട്ടെ മദ്യമായി ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്റെ പ്രസ്ഥാനം എന്നിൽ ഏൽപ്പിച്ച ഒരു ആദർശമുണ്ട്. അപ്പൊ ആദർശത്തിൽ നിന്ന് യുവാക്കൾ വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അവർ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ കേരളത്തിൽ നമുക്ക് നോക്കുന്ന സമയത്ത് പുസ്തകങ്ങളുടെ വായനയിൽ നിന്നായിരുന്നു നമ്മൾ ആദർശമൊക്കെ സ്വീകരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് സിനിമ പോലെയുള്ള സ്വാധീനങ്ങൾ, അതുപോലെ ഈ റാപ്പ് ഗായകരുടെ സ്വാധീനം, ഇപ്പൊ റാപ്പ് ഗായകന്മാരുടെ ലക്ഷക്കണക്കിന് യുവാക്കളാണ് അവരുടെ ആരാധകരായിട്ട് മാറുന്നത്. ആ പാർട്ടി നടക്കുന്ന സമയത്ത് അവിടെ കൃത്യമായി ഇടപെടൽ ഉണ്ടാവണം. അവളെ ലഹരി ഈ റാപ്പ് ഗായകസ് പലപ്പോഴും ഈ സ്റ്റേജിനകത്ത് വന്ന് അവരുടെ പ്രകടനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരൊക്കെ ലഹരിക്ക് അഡിക്റ്റ് ആണ്. അപ്പൊ അത് നോക്കുക, അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അതിൽ ലിംഗവ്യത്യാസമൊന്നും കേരളത്തിലില്ല. അങ്ങനെ ഒരു വ്യത്യാസം കൂടി കേരളത്തിലുണ്ട്. ഞാൻ അവരുടെ വ്യക്തിപരമായ പേരുകൾ നമ്മളിപ്പോൾ യൂട്യൂബിനെ കാണിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് സമൂഹത്തിന് നേരിടുന്ന ഒരു പ്രശ്നത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി വലിയൊരു പ്രശ്നമാണ്. സർക്കാരിന് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ ഇത് നിഷ്പ്രയാസം സാധിക്കും. അപ്പോ നേരത്തെ സാറ് സൂചിപ്പിച്ചല്ലോ, നമ്മൾ വെൽദേവ് സാർ സൂചിപ്പിച്ചു, ഇപ്പൊ ശ്രീനഗറിലും ബാറുണ്ട്, കേരളത്തിലും ബാറുണ്ട്. സാർ, ശ്രീനഗറിലെ ബാറിലെ ഒരു ദിവസത്തെ മദ്യത്തിന്റെ ഉപയോഗത്തിന്റെ കണക്ക് അല്ലെങ്കിൽ അവിടുത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ 25,000
സാഹചര്യമാണെങ്കിൽ സാർ കേരളത്തിലെ ചാലക്കുടിയിലെ പ്രാദേശിക മേഖലയിൽ ഒരു ബാറിനകത്ത് അല്ലെങ്കിൽ ഒരു ബീവറേജിനകത്തുള്ള കച്ചവടം 1 കോടിയാണ് സാർ. ഇതാണ് വ്യത്യാസം. ഇപ്പൊ നോക്കൂ, നമ്മൾ ആഗോള തലത്തിൽ എന്ത് ചെയ്യണം ചിന്തിച്ചിട്ട് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാവണം. കേരളത്തിൽ മദ്യമായിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ അത് അങ്ങനെ പറയുകയാണ്. അതിന് നമ്മൾ UP-യോടോ കർണാടകയോടോ ആന്ധ്രയോടോ ഉപമിച്ചിട്ട് കാര്യമില്ല. കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കാര്യപ്രാപ്തിയുള്ള യുവാക്കൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. ഇപ്പൊ നീറ്റ് പരീക്ഷയായിക്കോട്ടെ, കീമായിക്കോട്ടെ, ഏത് പരീക്ഷയിലും ആദ്യത്തെ 100 പേരെടുത്തു കഴിഞ്ഞാൽ 25 പേര് മലയാളികളാണ്. അത്രയും ബുദ്ധിയും ബോധമുള്ള മലയാളി യുവാക്കളുടെ മസ്തിഷ്കങ്ങളെ ഇത്തരത്തിലുള്ള വൈറസ് ബാധിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഇവിടുത്തെ യുവജന സംഘടനകൾക്ക് ബാധ്യതയുണ്ട്, വിദ്യാർത്ഥി സംഘടനകൾക്ക് ബാധ്യതയുണ്ട്. അവിടെ ഒരു അരാഷ്ട്രീയവാദവും അരാജകത്വവും നടത്താൻ വേണ്ടി ചില സംഘടനകൾ ബോധപൂർവ്വം ശ്രമിക്കുമ്പോഴാണ് കേരളത്തിന്റെ പ്രത്യയശാസ്ത്രമായ പ്രശ്നം. ഇതിന് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നോക്കൂ, മുസ്ലിം ലീഗ് ഭരിക്കുന്ന സമയത്ത് നോക്കൂ, ഈ ബാറുകൾ മുഴുവൻ പൂട്ടി. അത് മതപരമായ ഒരു ആംഗിളിനകത്ത് നോക്കുന്ന സമയത്ത് നോക്കുക, അവരത് ചെയ്തു. പക്ഷെ പിന്നീട് LDF വന്ന സമയത്ത് എന്താ ചെയ്തത്? ബാറുകളിൽ നിന്ന് 800 ചില്ലാനം ബാറുകളുമായി ബാറിൽ നിന്ന് കേരളത്തിന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 25,000 കോടി രൂപയാണ്. ഇപ്പം ചോദിക്കും, ബാറില്ലെങ്കിൽ മദ്യമില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല സാർ. ഇപ്പൊ കോവിഡിന്റെ പശ്ചാത്തലം കേരളത്തിൽ ഉണ്ടായല്ലോ. അന്ന് ഒരു മദ്യശാലകളും ഒരു ബീവറേജും ഒന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നോ? പ്രതിസന്ധി ഉണ്ടായിരുന്നോ? കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നോ? അപ്പൊ മദ്യവിമുക്തമായിട്ടുള്ള കേരളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ മദ്യവർജനമാണ് അല്ലെങ്കിൽ മദ്യവർജനമാണ് അല്ലെങ്കിൽ മദ്യ ഉപയോഗമെല്ലാം കുറയ്ക്കുന്നതൊക്കെ പറഞ്ഞിട്ടുള്ള ചില അവകാശവാദങ്ങളും ചില വാഗ്ദാനങ്ങളും ചില കപട മുദ്രാവാക്യങ്ങളും ഉയർത്തിയൊന്നും കാര്യമില്ല. നമ്മുടെ പ്രവർത്തനം ആത്മാർത്ഥമാകണം. അതിൽ വ്യക്തികൾ, സമൂഹം, സംഘടനകൾ നിരന്തരമായി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. അതിൽ എല്ലാ സമൂഹത്തിന്റെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേരളത്തിലെ ഈ വലിയ മഹാമാരിയിൽ നിന്ന്, വലിയ വൈറസിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതെ, ഡോക്ടർ ജിഷ്ണു, അവസാനമായി കൂട്ടിച്ചേർക്കാനുള്ളത്, നമുക്ക് നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ കണ്ടില്ല എന്ന് നടിച്ച് യുവത്വത്തെ വിടാൻ കഴിയുകയില്ല. എവിടെയാണ് കൃത്യമായി ഒരു പിടിമുറുക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം പ്രസക്തമാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് നമ്മുടെ ഇന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഒരു പരാജയം എന്നുള്ള രീതിയിലേക്ക് വിലയിരുത്തപ്പെടുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ചെറിയ തെറ്റ് പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു ബീങ് എ മെഡിക്കൽ പ്രൊഫഷണൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. നമുക്കിപ്പോ ബാംഗ്ലൂരിൽ നിന്നൊക്കെ, ഞാൻ വയനാട് ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിരവധി ക്ലയൻസ് ഇത്തരത്തിലുള്ള ലഹരി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഓൺലൈൻ സംബന്ധമായിട്ട് IT പ്രൊഫഷണൽസ്, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നവർ, ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നവർ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ അവിടെയൊക്കെയും ഇതേ പ്രശ്നങ്ങൾ, സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ആസ് എ സൊസൈറ്റി, അദ്ദേഹം പറഞ്ഞതിലെ പോസിറ്റീവ് ആസ്പെക്ട് ഞാൻ സ്വീകരിക്കുകയാണ്. ആസ് എ സൊസൈറ്റി നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ പരാജയങ്ങളെ ഉപരിപ്ലവമായിട്ടുള്ള തലത്തിലല്ലാതെ, ഇമീഡിയറ്റ് കോസസ് അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള സോഷ്യൽ ഡിറ്റർമിനൻസ്, സൈക്കോളജിക്കൽ ഡിറ്റർമിനൻസ് എന്നുള്ള കണ്ടെത്തുകയും അവ അഡ്രസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇപ്പൊ ലഹരി, ഇതിപ്പോ കഞ്ചാവ് ആണെങ്കിൽ അത് നിയമവിധേയമാക്കിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. കാനഡയിൽ നിയമവിധേയമാണ്. ആംസ്റ്റർഡാമിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കടയിൽ കയറി ചായ കുടിക്കുന്ന പോലെ തന്നെ കഞ്ചാവിന്റെ പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം തീർച്ചയായിട്ടും ശരിയാണ്. എന്തിനേയും നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലവുമായിട്ട് ഇണക്കി ചേർത്ത് വേണം നമ്മൾ വായിച്ചെടുക്കാൻ. അപ്പൊ അതുപോലെ കാനഡയിൽ ഉണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ആയിക്കൂടാ എന്നുള്ള പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള നിയമ സംവിധാനങ്ങളും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാം നിയമത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ഗ്രാസ് റൂട്ട് ലെവൽ, അതായത് ഒരു ക്ലോസ് നിറ്റ് സൊസൈറ്റി, ഒരു ഇഴയടുപ്പമുള്ള സൊസൈറ്റി എന്ന നിലയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ വ്യക്തിയിലും പെരുമാറ്റ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ, അത് എല്ലാവരും കാണിച്ചു കൊള്ളണമെന്നില്ല, പക്ഷെ ചിലപ്പോഴെങ്കിലും, നമ്മളൊരു ക്രൈമിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ ചർച്ച എല്ലാം തുടങ്ങിയത്, ചിലപ്പോഴെങ്കിലും ഇത്തരം ക്രിമിനൽ വാസനകൾ നേരത്തെ തന്നെ പ്രകടിപ്പിക്കുന്ന വ്യക്തികളുണ്ടാവും. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് കോണ്ടക്ട് ഡിസോർഡർ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളാണ്, തുടങ്ങിയ പെരുമാറ്റ പ്രശ്നങ്ങളാണ്. അതിലേക്ക് സഹായകരമായിട്ട് ADHD തുടങ്ങിയ പെരുമാറ്റ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നേരത്തെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ ആസ് എ ചൈൽഡ് നമുക്ക് അവരെ പിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതൊരു കൗമാരക്കാരനായി, അയാൾ ഒരു വ്യക്തിയായി കഴിഞ്ഞാൽ പിന്നെ തിരുത്തൽ എന്ന് പറയുന്നത് കാര്യമായിട്ട് സാധ്യമായി എന്ന് വരില്ല. അപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നമ്മുടെ ഒരു ഇന്റലിജൻസ് സംവിധാനം പോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെയും പ്രവർത്തിക്കേണ്ടത്. ഇന്റലിജൻസ് എന്നാൽ ബോംബ് പൊട്ടുമ്പോഴല്ലോ അല്ലേ പ്രവർത്തിക്കുക. ബോംബ് പൊട്ടാതിരിക്കാൻ, തീവ്രവാദി ആക്രമണം ഉണ്ടാവാതിരിക്കലാണ് അവരുടെ ജോലി. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും സമൂഹത്തെ സംബന്ധിച്ച് വിജിലാൻറ്റീസ് ആവേണ്ട ആവശ്യകതയുണ്ട് സമൂഹത്തെ എത്തിച്ചെടുക്കാനായിട്ട്. അതെ, ശ്രീ KM ആന്റണി, അതുതന്നെയാണോ ഈ വിപത്തിനെ നമുക്ക് ഉന്മൂലനം ചെയ്തേ മതിയാവുകയുള്ളൂ? അതിന് നിയമവും സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരുമെല്ലാം ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കാൻ പറ്റും എന്ന് തന്നെ താങ്കൾ കരുതുന്നുണ്ടോ?
തീർച്ചയായിട്ടും തുടർച്ചയായി ഉണ്ടാവുന്ന ഈ അരുംകൊലകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇവിടെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ അല്ലെങ്കിൽ രണ്ടാം പ്രതിപക്ഷമെന്നോ ഒന്നോ അല്ല ചിന്തിക്കേണ്ടത്. ഇത് സമൂഹമാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളെയാണ് അല്ലെ മക്കളെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒത്തൊരുമിച്ച് സമൂഹത്തിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി വന്നാൽ, ഒരു ഇച്ഛാശക്തിയോടുകൂടി വന്നാൽ ഇതിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്തായാലും യുവത്വത്തിന് എവിടെ വഴിപിഴയ്ക്കുന്നു എന്നുള്ളത് കൃത്യമായി കണ്ടുപിടിച്ചേ മതിയാകുകയുള്ളൂ. അത് ലഹരിയുടെ ഉപയോഗത്തിലായാലും സാമൂഹിക പശ്ചാത്തലത്തിൽ വന്ന മാറ്റത്തിൻ്റേതായാലും അതിനെല്ലാം ഇച്ഛാശക്തിയുള്ള ഒരു സമൂഹവും അവർക്ക് ഉതകുന്ന തരത്തിലുള്ള നിയമ സംവിധാനവും അതോടൊപ്പം തന്നെ എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ ഒരു ഭരണ സംവിധാനവും നിലവിൽ വേണ്ടതാണ്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.